ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ റൂമിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റൂമിലുള്ള എല്ലാവരോടും ഒരു കാര്യം അറിയിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇത് ക്രിസ്ത്യാനികളായ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു പഠന ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുമായി ഒരു ചർച്ച നടത്തുക എന്നതിനേക്കാൾ ഞങ്ങളുടെ ആളുകളെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് പ്രധാനം. ഞങ്ങളുടെ ആളുകളുടെ സംശയ നിവാരണത്തിനാണ് മുസ്ലിങ്ങളുടെ ചോദ്യത്തിനേക്കാൾ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. ഇന്നത്തെ ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഇത് അള്ളാഹു യഹോവയോ ഒന്നാണെന്ന് പറഞ്ഞ ആ വാദത്തിനുള്ള മറുപടിയാണ്. അത് ഞങ്ങളുടെ ആളുകളെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ബോധവൽക്കരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയാം, ഞങ്ങളിത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ലൈവായിട്ടൊരു ചർച്ച കാണുന്നത് പോലെയല്ല, അത് റെക്കോർഡ് ചെയ്ത് വെച്ച് കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് രണ്ടായിരിക്കും. ഇപ്പോൾ ലൈവ് ചർച്ചയിൽ ആവർത്തനം വന്നാൽ എത്ര വട്ടം ഒരാളൊരു ചോദ്യം ചോദിക്കുകയും ഇവിടെ എക്കോ അടിക്കുന്നുണ്ടല്ലോ, ആരുടെയാണത്? ഓക്കെ. അപ്പോൾ ലൈവ് ചർച്ചയിൽ ആവർത്തനം വന്നാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കേൾവിക്കാരിലധികം പേർക്കും തോന്നുകയില്ല. അടുത്തത് എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള നല്ല കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ റെക്കോർഡ് ചെയ്തത് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അതൊരു ബോറടി ആയിരിക്കും. ചോദിച്ച ചോദ്യം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക തുടങ്ങിയ ഈ ദാവാക്കാരുടെ പതിവ് കലാപരിപാടി ഏതെങ്കിലും ദാവാക്കാരനെ ഇവിടെ എടുത്താൽ ഒരു മയവും ഉണ്ടാകില്ല, താഴേക്ക് തട്ടും. ഞാൻ മോഡറേറ്റർ ഒന്നുമല്ല, പക്ഷേ താഴേക്ക് തട്ടും. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തടയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയാൽ, അവർക്കതൊരു അരോചകമാക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇടപെടുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ, അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ നിങ്ങളുടെ ദാവക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഞങ്ങൾക്ക് യാതൊരുവിധ സഹിഷ്ണുതയും ഞങ്ങൾ കാണിക്കുകയില്ല. നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ സഹിഷ്ണുത കാണിക്കും എന്നൊക്കെ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു സഹിഷ്ണുതയും ഉണ്ടാവില്ല. കാരണം ഞങ്ങളിത് ഞങ്ങളുടെ സമയം കളഞ്ഞ്, ഡാറ്റ കളഞ്ഞ്, അതുപോലെ ഞങ്ങളുടെ ആളുകൾ അവരുടെ സമയവും ഡാറ്റയൊക്കെ കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രധാനമായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. അതായത് സ്പീക്കേഴ്സ് പാനലിലുള്ള എല്ലാവരും ചോദ്യം ചോദിക്കാൻ വന്നവരായാലും ഉത്തരം പറയാനിരിക്കുന്നവരായാലും മോഡറേറ്റേഴ്സ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് റൂമിൻ്റെ സുഗമമായ നടത്തിപ്പിന് അത് ആവശ്യമാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ആർക്കും യാതൊന്നും മനസ്സിലാവുകയില്ല. ഞങ്ങളുടെ കേൾവിക്കാർ, ഞങ്ങളുടെ ആളുകൾ അവരുടെ സമയവും ഡാറ്റയൊക്കെ ചിലവാക്കി ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നത് എന്തെങ്കിലും പ്രയോജനപ്രദമായ ഇൻഫോർമേഷൻ അവർക്ക് കിട്ടും എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണം. വെറുതെ ഒച്ചയും ബഹളവും ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും കേൾക്കുകയില്ല, താഴെയുള്ളവർക്കൊന്നും കേൾക്കുകയില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായത്. ചർച്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് മനസ്സിലാവില്ല, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്ന സമയത്ത് പല സമയത്തും ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഞാനടക്കം എല്ലാവരും ഒച്ചയും ബഹളം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോഡറേറ്റർ എന്നുള്ള ഞാൻ മാറാൻ തീരുമാനിച്ചത്. ഞങ്ങൾ മോഡറേറ്റർ പക്ഷേ കർശനമായിട്ട് തന്നെ ഇടപെടും, പഴയതുപോലെയൊന്നും അല്ല. പിന്നെ വേറൊരു അനൗൺസ്മെൻറ്റ് നടത്താനുള്ളത്, ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിനകത്തുള്ള വീഡിയോസ് എല്ലാം വളരെ ദൈർഘ്യമേറിയതാണ്. 1 മണിക്കൂറിൽ മേലെ, മിക്കതും 1 മണിക്കൂറിൽ മേലെ ഉണ്ടാവും. ഇപ്പോഴൊക്കെയാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ ആയിട്ട് ഇടണം എന്ന് പല ആളുകളും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേറൊരു ചാനലുണ്ട്, ഫാക്ട് ഓൺ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അത് ആരെങ്കിലും ആ ചാനലിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാക്ട് ഓൺ FACTON എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ ചാനൽ കിട്ടും. അതിനകത്ത് ഞങ്ങളുടെ ക്ലിപ്പുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പ് വഴിയൊക്കെ പ്രചരിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ റൂമിലെ ചർച്ചയല്ല, ഈ പഠന ക്ലാസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത്, കുപ്രസിദ്ധ ദാവാക്കാരനായ മുഹമ്മദ് ഈസയുടെയും യൂസഫ് യഹിയുടെയും മൂത്ത ചേട്ടൻ ലോറൻസ് യോഹന്നാൻ, അതുപോലെ കുപ്രസിദ്ധ കൾട്ട് ഉപദേശി ഷിബു പീഡിയാക്കൽ എന്ന ബക്കറ്റ് ബാവയുടെയും സോഷ്യൽ മീഡിയ ജിഹാദികളുടെയും പിന്നെ ന്യൂജൻ എത്തിസ്റ്റുകളുടെയും പിന്നെ ബക്കറ്റ് ബാവയുടെ ശിങ്കടികളുടെയും ഒക്കെ സഹായത്തോടെ ക്ലബ് ഹൗസിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ ആക്രമിച്ചുകൊണ്ട് റൂം ഇടുന്നത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ലോറൻസിനെ ഞങ്ങൾ അവഗണിച്ച് കളഞ്ഞതായിരുന്നു, അർഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾ അവഗണിച്ച് കളഞ്ഞതാണ്. കാരണം ഒരിക്കൽ ഞങ്ങളൊരു മറുപടി കൊടുത്തിരുന്നു, അത് ലോറൻസ് അർഹിക്കുന്നുള്ളൂ, ഞങ്ങൾ വിട്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒരു 3:30 ആയ സമയത്ത് ഞാനൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ലോറൻസ് ഒരു റൂം ഇട്ടിട്ട് അനിൽകുമാർ അയ്യപ്പൻ ഇപ്പോൾ ഇവിടെ വരണം, ഇവിടെ ഒന്ന് മറുപടി വരണം, എൻ്റെ ചോദ്യത്തിന് മറുപടി വരണം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ കിടന്നുറങ്ങുന്ന സമയത്തെ 3:30 അങ്ങനെയൊക്കെ ചെയ്യേണ്ടായി. ഞാൻ അറിഞ്ഞൊന്നുമില്ല. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ്, പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് പോകാനുള്ള ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് ക്ലബ് ഹൗസിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ
ലോറൻസ് യോഹന്നാനെതിരായിട്ട് വേറെ റൂമുകൾ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഈ പുള്ളി റൂം ഇട്ടത്. പക്ഷേ എനിക്കെതിരെ വന്നതായതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ട് എന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനതിന് മറുപടി പറയാൻ നിൽക്കാറില്ല. അത് വിട്ടുകളയാറുള്ളൂ. അത് കഴിഞ്ഞ് അന്ന് ഞായറാഴ്ച തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ വേറെ വീഡിയോ എന്നാണ്, ഈ ഈ ക്രിസ്തുവിന് സഭയുണ്ട്, ക്രിസ്സംഖ്യകൾ ആവശ്യമില്ല അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റേത്. അതിനകത്തും ഇതേപോലെ തന്നെ ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന സംഗതിയായിരുന്നില്ല. അതിനകത്ത് ചില കാര്യങ്ങൾ ക്രൈസ്തവരായിരിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കുന്ന, അവരെ കൃത്യമായിട്ടും ഈ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ ലോറൻസ് പറയുകയുണ്ടായി. അപ്പോൾ അത് മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇങ്ങനൊരു ഈ പഠന ക്ലാസ് ഇന്ന് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഈ ലോറൻസ് യോഹന്നാൻ പെന്തക്കോസ്ത് സ്പിരിറ്റ് ഇളക്കി വിട്ട് ഇവിടെ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്തുള്ള, പ്രത്യേകിച്ച് ക്ലബ് ഹൗസിലൊക്കെയുള്ള ഈ ക്രിസ്ത്യൻ ഐക്യം തകർക്കാനാണ് ശ്രമിക്കുന്നത്. പലയിടത്തും പോയിട്ട് പുള്ളി പറയുന്നത്, ആത്മാവില്ലാത്തവരും അഭിഷേകം പ്രാപിക്കാത്തവരുമായി പെന്തക്കോസ്തുകാർ കൂട്ടുകൂടുന്നു, പെന്തക്കോസ്തുകാരുടെ ഉപദേശത്തിന് അത് വിരുദ്ധമായതാണ്, വിശുദ്ധ ജീവിതത്തിനൊക്കെ അത് എതിരാണ് എന്നൊക്കെ പറഞ്ഞാണ് വാദം. ഇത് ഭയങ്കരമായ കോമഡിയാണ്, ഇരട്ടത്താപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഈ ലോറൻസ് യോഹന്നാൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലുമായി എന്നെ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്തയാളാണ് ഈ ലോറൻസ് യോഹന്നാൻ. അന്നും എൻ്റെ ശൈലി ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു മാറ്റവും. ഇതേ ശൈലിയിൽ ഞാൻ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അന്ന് ഞാൻ ബ്രദറുകാരൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞ അഭിഷേകം പ്രാപിക്കാത്തവനും ആത്മാവില്ലാത്തവനുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പുള്ളി എന്നെ വിളിക്കുന്നത്. പിന്നെ അന്ന് എൻ്റെ നെറ്റിന് പ്രോബ്ലം ഉണ്ടായ കാരണം കൊണ്ട് ലൈവ് ആയിരുന്നു അത് സൂമിൽ. നെറ്റ് പ്രോബ്ലം കാരണം എനിക്കത് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലോറൻസ് യോഹന്നാൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്ന് ആത്മാവില്ലാത്തവനും അഭിഷേകം പ്രാപിക്കാത്തവനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ. ആ പുള്ളി ഒരു വർഷം മുമ്പ് എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സായവേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുപോലെ ദൈവദാസന്മാർ ഒരുമിച്ച് ഇങ്ങനെ ലൈവിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ഫ്ലയറിൽ കണ്ടതുപോലെ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ അനിൽകുമാർ ബ്രദർ അവർകളാണ്. അതുപോലെ സിജോ പാസ്റ്റർ പെരുമ്പാവൂർ നമ്മോടൊപ്പം ആയിരിക്കുന്നു. അജു ബ്രദർ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അജു ബ്രദർ നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തുടർന്നുള്ള നിമിഷങ്ങൾ ഏതാണ്ട് 1.5 മണിക്കൂറുള്ള സമയം തിരുവചനത്തോടുള്ള ബന്ധത്തിലായിരുന്നു കൊണ്ട് ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾ അറിയിച്ചതുപോലെ ദൈവിക നിയമങ്ങൾക്ക് ആസ്പദമാക്കി ചില ചർച്ചകൾ ഏർപ്പെടുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള വിനീതമായ സ്നേഹ വന്ദനത്തെ ഈ സമയം അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ ആയിരിക്കണമെന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. അനിൽകുമാർ അയ്യപ്പൻ ദേവദാസനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. താന് സാക്ഷി അപ്പോളജറ്റിക്സ് എന്നുള്ള പ്രവർത്തനത്തിൽ ശക്തമായി കർത്താവിന് വേണ്ടി ധീരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് തന്നെ അറിയാം. കർത്താവിന്റെ നാമത്തെ മഹിമയോടെ ഉയർത്തുന്നോർത്ത് കർത്താവിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ. കർത്താവിൻ്റെ നാമത്തെ മഹിമയോടെ ഉയർത്തുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഒരു കാര്യം കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയുന്നത്, പ്രത്യേക തിരുവചന അടിസ്ഥാനത്തിൽ ഇന്ന് നാം ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ദൈവിക വചനത്തെ, തിരുവചനത്തിന്റെ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ നിയമങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്ന് ആധികാരികമായി നമ്മോട് സന്ദേശം തരുന്നത് അനിൽകുമാർ അയ്യപ്പൻ മലയാളം ദേവദാസൻ തന്നെ ആയിരിക്കും. അതുപോലെ പറഞ്ഞു കേട്ടല്ലോ, തിരുവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കുന്ന, അതിന്റെ സന്ദേശം തരുന്നത് അനിൽകുമാർ അയ്യപ്പനാണ് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് പറഞ്ഞത് ഇതൊക്കെ. അദ്ദേഹം അന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനിൽ ബ്രദറെ, മുഹമ്മദ് ഈസയുടെയൊക്കെ വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഈ ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ മുഹമ്മദ് ഈസയുടെ പേരൊന്നും പറയരുത്, വേറെ ആരുടെയും പേര് പറയരുത്, മുസ്ലിങ്ങൾക്കെതിരെ ആക്രമിക്കുക ഒന്നും പാടില്ല, ബൈബിളിൽ നിന്ന് തന്നെ മാത്രമായിട്ട് മറുപടി കൊടുത്തോളാം. അപ്പം എൻ്റെ ശൈലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഞാൻ ബൈബിളിൽ നിന്ന് ഉത്തരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിലായിരിക്കും. കാരണം നമുക്കെതിരെ ഉന്നയിച്ച അതേ ചോദ്യം, അതിനുത്തരം അതേ ആ ചോദ്യം നമ്മൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സെയിം സംഗതി അവർക്കും ബാധകമാണ്. തിരിച്ചങ്ങോട്ട് ചോദിക്കും. അപ്പോൾ മറുപടി പറയേണ്ടുന്ന ബാധ്യത അവർക്കുണ്ട്. അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും നമ്മൾ. ഇതാണ് എൻ്റെ ശൈലി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞത്. അങ്ങോട്ടേക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്, മറുപടി മാത്രം പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞു വരുന്നവരടുത്ത് ഞാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞാൽ ഒഴിവാക്കാറില്ല. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ വിധത്തിൽ സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, അതിന് പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കോ, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടും. പക്ഷേ ഈ മനുഷ്യനെ അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. സമ്മതിച്ചതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് 2 അനുജന്മാർ ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ മടങ്ങി വരണം, അവരെയൊക്കെ മടക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതുകൊണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ അവർക്കും അവരുടെ ഒരു മടങ്ങിവരവിന് പ്രയോജനകരമാകുമെങ്കിലോ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ മനുഷ്യൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ആ ആഗ്രഹത്തെ നമുക്കൊന്ന് മാനിക്കണ്ടേ എന്നുള്ള നിലയിലാണ് ഞാൻ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. എൻ്റെ അതുവരെയുള്ള ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് കടക്കുകയേ ഇല്ല എന്നൊക്കെ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ സമ്മതിച്ചിട്ട് ആ പ്രോഗ്രാമിന് പോയത്. പക്ഷേ ദൈവകൃപയാൽ നെറ്റ് പോയതുകൊണ്ട് എനിക്ക് ആ പ്രോഗ്രാമിൽ പിന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഞാനത് ഔട്ടായി പോയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം കഴിഞ്ഞ വർഷം വരെ വലിയ കാര്യമായിട്ട് നമ്മളെ പൊക്കിക്കൊണ്ട് നടന്നതാണ്, വലിയ സംഭവമാണെന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ് ആത്മാവില്ലാത്തവനാണെന്ന്, അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ആത്മാവില്ലാത്ത എൻ്റെ അടുത്ത് സഹകരിക്കാൻ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ലോറൻസ് യോഹന്നാൻ പറയേണ്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന് പറയേണ്ടുന്ന ഒരു കടമയുണ്ട്. എന്തെങ്കിലും ആകട്ടെ. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ യഹോവയും ഖുർആനിലെ അള്ളാഹുവും ഒരാൾ തന്നെയാണെന്നാണ് ഇപ്പോൾ ലോറൻസ് യോഹന്നാൻ പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ വാദമാണ്. പല മുസ്ലിങ്ങളും ഇത് വാദിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ പല ക്രിസ്ത്യാനികളും ഇത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വാദം അവർ അംഗീകരിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിന് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് യഹോവയും അള്ളാഹുവും തമ്മിലുള്ള സാമ്യങ്ങളൊക്കെ എടുത്തു കാണിക്കുകയാണ്. എന്നാൽ സാമ്യങ്ങളല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, വ്യത്യാസങ്ങളാണ്. ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ടുള്ളതാണ്, വ്യത്യാസങ്ങളാണ്. ഒറ്റൊരു വ്യത്യാസമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം രണ്ടും രണ്ടാണെന്നുള്ളത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ വേറെ ചില കാര്യങ്ങൾ, ഇവിടെ വലിയ കാര്യമായിട്ട് ഇദ്ദേഹം പെന്തക്കോസ്തലിസ്തനെ അങ്ങ് പൊക്കാൻ ശ്രമിച്ചല്ലോ. അവിടെ ഈ ലോറൻസ് യോഹന്നാൻ മാത്രമല്ല, വേറൊരു സുവിശേഷകൻ, ബ്രദറും സുവിശേഷകനൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ബൈബിളിനെതിരെ വളരെ വ്യക്തമായ വിധത്തിൽ മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടും ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും ഒരക്ഷരം പറയും, അതിനെന്തെങ്കിലും പറയാം. എനിക്കൊരു 55 മിനിറ്റുള്ളൊരു ക്ലിപ്പ് എനിക്കൊരു സഹോദരൻ അയച്ചു തന്നിരുന്നു. ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ കണ്ടു, ഇന്ന് രാവിലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതിന് മറുപടി പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. അപ്പോൾ ഈ ആരോപണം ബൈബിളിനെതിരെ ഇവരൊരു റൂം തുറന്നിട്ട് കൊടുക്കുകയാണ് മുസ്ലിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും, പിന്നെ ഈ കൾട്ട് ഷിബുവിനെ പോലെ ബക്കറ്റ് ബാബയെ പോലുള്ള ആൾക്കാർക്ക്, ഇവർക്കെല്ലാം വന്ന് ബൈബിളിനെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ഈ ലോറൻസ് യോഹന്നാൻ ഒരു റൂം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് അകത്ത് വന്നിട്ട് ഓരോരുത്തർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ക്രൈസ്തവ വിശ്വാസത്തിനെ പച്ചയ്ക്ക് അവഹേളിക്കുകയോ അല്ലെങ്കിൽ ഖണ്ഡിക്കുകയോ ഒക്കെ ചെയ്തിട്ടും ഇവരൊരക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയുന്നതൊന്നും അല്ല ഇത്, കുറച്ച് കാണിച്ചു തരാം. അൻവർ എന്ന് പറയുന്ന ഒരാൾ സംസാരിക്കുന്ന ഭാഗം അത് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതെ അതെ, അന്നൂർ പറഞ്ഞോട്ടെ, കാര്യങ്ങൾ പറയട്ടെ, കാരണം ഇത് ഓക്കെ വ്യത്യസ്തമാണ്. ശരി ശരി സെബാസ്റ്റ്യനും ശരി അനിൽ ശരി ശരി അനിൽകുമാർ അല്ല അയ്യപ്പനും അപ്പൊ അതിലേക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി താങ്ക് യു വെരി മച്ച്. ഞാൻ രണ്ട് ആ കാര്യം ഉദ്ദേശിക്കുന്നത് പറയാനുണ്ട്. ഒന്ന്, ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ നമ്മളെ വിമർശിക്കുന്നത് കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനല്ലാഹു തആലയെ മോശമായിട്ട് ആക്ഷേപിക്കുന്നത്. അതായത് ഗോത്ര ദൈവമാണ് എന്നുള്ള രീതിയിലാണ് പരാമർശിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വേദനയുണ്ട്. പറഞ്ഞത് കേട്ടോ, ഗോത്രദൈവം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഗോത്രദൈവത്തിനെ ഗോത്രദൈവം എന്നല്ലാതെ വേറെ എന്താ വിളിക്കുക? ഖുറൈശി ഗോത്രത്തിന്റെ കുലദൈവമല്ലേ അള്ളാഹു? അറേബ്യയിൽ അവിടെ കുറേ ഗോത്രങ്ങളുണ്ട്. അതിലൊരു ഗോത്രമായ അവിടെ കാബ എന്ന് പറയുന്ന ആലയമുണ്ട്. ആ കാബയ്ക്കകത്ത് 360 വിഗ്രഹങ്ങളുണ്ട്. ആ 360 എണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ അള്ളാഹു ആണ്. അത് ഖുറൈശി ഗോത്രത്തിന്റെ കുലദൈവമാണ്. ഇത് വസ്തുതയല്ലേ? ഈ അള്ളാഹുവിനെ, ഖുറൈശി ഗോത്രത്തിന്റെ കുലദൈവമായിരിക്കുന്ന അള്ളാഹുവിനെ 360 എണ്ണം അവിടെ ഇരിക്കെ 359 എണ്ണത്തിനെ മുഹമ്മദ് നശിപ്പിക്കുകയാണ്. 359 എണ്ണത്തിനെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവശേഷിക്കുന്ന ഒന്നായിരിക്കും. എന്നിട്ട് പറയണത് ഈ അള്ളാഹു ഒരുവനാണ് കേട്ടാണ്. കുറെ എണ്ണം ഉണ്ട്, എല്ലാത്തിനും തട്ടിക്കളഞ്ഞു, ഓരോരുത്തരെ മാത്രം നിർത്തി. എന്നിട്ട് പറയണം അള്ളാഹു ഏകനാകുന്നു. ഈ ഡയലോഗല്ലേ അടിച്ചത്. അപ്പൊ ഇത് ചിന്താശേഷി ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അൻവറെ വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട സാധനത്തിനെയാണോ ഞാൻ ദൈവം എന്നും പറഞ്ഞ് ഇത്രയും നാളും പിന്തുടർന്നത് എന്ന് മനസ്സിലാക്കി തിരിച്ചറിവുണ്ടായിട്ട് അതിനെ വിട്ടുകളയും. എന്നിട്ട് സത്യദൈവത്തിലേക്ക് വരാൻ നോക്കണം.
മനസ്സിലായി? സത്യദൈവത്തിലേക്ക് വരണം. അല്ലാണ്ട് ഞങ്ങളുടെ ദൈവത്തെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പരിശോധിച്ച് നോക്ക്, വസ്തുതകൾ പരിശോധിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ആ മദ്രസയിൽ കയറിയ സമയത്ത് അഴിച്ചു വെച്ച തലച്ചോറിൽ അത് തിരിച്ച് തലയിലൊന്ന് ഫിറ്റ് ചെയ്യ്. എന്നിട്ടൊന്ന് ആ തലച്ചോറൊന്ന് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. തീർന്നില്ല, അദ്ദേഹം പിന്നെയും പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കതും കേട്ടു നോക്കാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കേട്ടോ, അള്ളാഹു എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അള്ളാഹു എന്താണ്? ഒരു ദൈവവിശ്വാസി പറയുന്ന കാര്യമല്ല, ഏത് ദൈവമാകട്ടെ, അവരാരും പറയുന്ന കാര്യം ഇതല്ല. അവർ പറയും ഞങ്ങളുടെ ദൈവം ആരാണ് എന്ന് പറയും, അല്ലാണ്ട് എന്താണെന്ന് പറയൂ. എന്തെന്ന് പറഞ്ഞൊരു വസ്തുവാണ്. പക്ഷെ ദൈവം എന്ന് പറഞ്ഞൊരു വസ്തുവൊന്നും അല്ല, വ്യക്തിത്വമുള്ളവരാണ്, ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പണ്ട് ഈ ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ ഈ വിഷയത്തിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അള്ളാഹു വ്യക്തിയേ അല്ല എന്നും പറഞ്ഞാൽ വരുന്നത്. ഇവർ വിചാരിച്ച് വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു വ്യക്തി അല്ല എന്ന് പറയുന്നത്. വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമുള്ളവൻ എന്നാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ഛ, വികാരം, ചിന്ത, പ്രവർത്തനശേഷി, ഇത് 4ഉം ആർക്കാണോ ഉള്ളത് ആ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതാണ്: ഇച്ഛ, വികാരം, ചിന്ത, പ്രവർത്തനശേഷിയാണ്. അപ്പൊ ഇത് അള്ളാഹുവിന് ഇതൊന്നും ഇല്ലേ? അതാണോ ഇവർ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തെന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു വ്യക്തിയാണെങ്കിൽ എന്തെന്നല്ല, ആരെന്നാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, വലിയ കാര്യത്തിൽ സംസാരിക്കാൻ വരുന്ന ഈ ടീംസിന് അവരുടെ ദൈവത്തിനെ കുറിച്ചൊരു ധാരണയില്ല. ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അല്പം ബേസിക് നോളജ് ദൈവത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്തെന്ന് പറയില്ല, ആരെന്നേ പറയുള്ളൂ. നമുക്ക് ഇനി കേട്ടു നോക്കാം അൻവർ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഹുവല്ലാഹു الذي لا إله إلا هو الحي القيوم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض. ഇങ്ങനെ നിരന്തരം അള്ളാഹുവിന്റെ പരിശുദ്ധി, പ്രകീർത്തി, അള്ളാഹു എന്താണ്, സൃഷ്ടാവാണ്, രൂപം നൽകുന്നവനാണ്, സർവ വ്യാപിയാണ്, സർവശക്തനാണ്. ഇങ്ങനെ അള്ളാഹു എന്താണ് എന്നുള്ള ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ആക്ഷേപിക്കുന്നുണ്ട് വളരെ മോശമായിട്ട്. അത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് ആക്ഷേപം? ഇവരുടെ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ഇവരുടെ പ്രമാണം വെച്ച് അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ കഴിയില്ല. ഇവരുടെ പ്രമാണം വെച്ച് അള്ളാഹു എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് ഇവർക്ക് തെളിയിക്കാനേ പറ്റുകയില്ല. കാരണം അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ, ദൈവമോ മനുഷ്യനോ ആരും ആകട്ടെ ഉണ്ടെന്ന് പറയണമെങ്കിൽ, ഒന്നുകിൽ അയാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, അതല്ലെങ്കിൽ അയാൾ നമ്മളോട് സംസാരിക്കണം, അതല്ലെങ്കിൽ അയാൾ പ്രവർത്തിച്ചത് എന്തെങ്കിലും കാണണം. ഇപ്പം നമ്മളാരും ഷേക്സ്പിയറിനൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഷേക്സ്പിയറിൻ്റെ കൃതികൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ല്യൂട്ടൻസ് ബംഗ്ലാവ്, അത് നമ്മളാരും ല്യൂട്ടൻസിനൊന്നും കണ്ടിട്ടില്ല, പക്ഷെ പുള്ളി പണിത ബംഗ്ലാവ് അവിടെയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെയും ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ന ആളാണ് അതിൻ്റെ പുറകിൽ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാണ് ഇങ്ങനെ ഒരാൾ ഉണ്ട്. നമ്മൾ നേരിട്ട് സംസാരിക്കണമെന്നില്ല, ഫോണിലോ എങ്ങനെ ആയിക്കോട്ടെ സംസാരിച്ചാൽ മതി. അതല്ലെങ്കിൽ നേരിട്ട് വരിക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഇത് ഇങ്ങനെയല്ലേ ഒരാൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അള്ളാഹു എന്ന് പറയുന്ന സാധനം അത് ഒരിക്കലും മുഹമ്മദിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രത്യക്ഷപ്പെട്ടത് മുഴുവനും മലക്കാണ്. പിന്നെ അള്ളാഹു ഒരിക്കലും മുഹമ്മദിനോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. മലക്കടനിലക്കാരനായിട്ട് നിൽക്കുകയാണ്. നേരിട്ട് അള്ളാഹു ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഇനി മുഹമ്മദിന്റെ കയ്യാൽ അള്ളാഹു എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ അവിടെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മുഹമ്മദിന്റെ കയ്യാൽ എന്ന് തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു അത്ഭുതം വേണ്ടേ? ഇങ്ങനെയുള്ള യാതൊന്നും അള്ളാഹു ചെയ്തിട്ടുമില്ല. അപ്പൊ ഫലത്തിൽ ഒരു കഥയാണ് മുഹമ്മദ് പറഞ്ഞൊരു കഥ. മുഹമ്മദിന്റെ മുമ്പാകെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് മറ്റൊരു കഥ. അത്രയേ ഉള്ളൂ. ആ സംഗതിയാണ് ഇവർ വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അള്ളാഹു അങ്ങനെയാണ്, അള്ളാഹു ഇങ്ങനെയാണ്, അള്ളാഹു സ്രഷ്ടാവാണ്, അള്ളാഹു അത് ചെയ്തു, അള്ളാഹു സർവ്വവ്യാപിയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് മുമ്പ് നിങ്ങളുടെ പ്രമാണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. പ്രമാണങ്ങൾ വായിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ അള്ളാഹുവിന്റെ അസ്തിത്വം എങ്ങനെയാണ് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുക? അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ നേരെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്ക്. പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങളെയൊക്കെയാണ് അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഇത് കാരണം കൊണ്ടാണ് ദൈവവിശ്വാസികളായ ഞങ്ങൾക്ക് പോലും ചീത്തപ്പേരുണ്ടാകുന്നത്, മറ്റുള്ളവരൊക്കെ ഞങ്ങളെയും കൂടി കളിയാക്കാൻ നിൽക്കുന്നത്. അന്ധവിശ്വാസം വിട്ടുകളാം. നിങ്ങളുടെ പ്രമാണത്തിനകത്ത് ഞാൻ പറഞ്ഞ പുറത്തൊന്നുമല്ല, അള്ളാഹു ഉണ്ടെന്നുള്ളതിന് പുറമേ തെളിവൊന്നുമല്ല, നിങ്ങളുടെ പ്രമാണത്തിൽ നിന്ന് തെളിവുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് ബൈബിളിൽ ദൈവം ഉണ്ട് എന്നുള്ളതിന് ഞങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ബൈബിളാണ്.
കാരണം ഞങ്ങളുടെ പ്രമാണം അതാണ്. ആ പ്രമാണത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പുറമേ നിന്നുള്ള തെളിവ് നോക്കാം. പക്ഷെ ഒന്നാമത്തെ പ്രാഥമിക തെളിവ് എന്ന് പറയുന്നത്, ആ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ബൈബിളാണ്. അതുപോലെ നിങ്ങളുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഖുർആനല്ലേ. ആ ഖുർആനിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. അള്ളാഹു എന്ന് പറയുന്ന ഒന്ന് ജീവനോടെ ഉള്ളതാണ്, അത് മുഹമ്മദിന്റെ മനസ്സിലെ ഒരു സാങ്കല്പിക സൃഷ്ടിയല്ല എന്നുള്ളത് നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. നിങ്ങൾക്ക് കൊണ്ടുവരാനേ പറ്റില്ല. അവസാനം നിങ്ങൾക്ക് പറയേണ്ടി വരും അതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്, അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഓടേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ അധിക്ഷേപിക്കുന്നൊന്നുമല്ല. നിങ്ങൾ പെട്ടുകിടക്കുന്ന കെണി എത്ര വലുതാണ്, എങ്ങനെയുള്ളതാണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് വീണ്ടും കേൾക്കാം അദ്ദേഹത്തിന്റെ ഈ അൻവർ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇനി വീണ്ടും കേൾക്കാം. പിന്നെ നമ്മൾ തിരിച്ച് നമുക്ക് ഒന്നും പറയാൻ ഞങ്ങൾക്ക് അറിയാം ബ്രദേഴ്സ്. പക്ഷെ ഞങ്ങൾ ആ പാത ഞങ്ങൾ അവലംബിച്ചാൽ ഞങ്ങൾ ഇസ്ലാം എന്നുള്ള പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പുറത്തു പോകും. ആ ഒരു പ്രത്യയശാസ്ത്രമാണ് നേരത്തെ ആരിസ് മദനി ഉസ്താദ് ഇവിടെ വിശദീകരിച്ചത്. നമ്മള് എങ്ങനെയാണോ നമ്മളെ അടുത്ത് ഒരു സഹോദരൻ വർത്തിക്കുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മ അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് നമ്മൾ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് മനസ്സിൽ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ ഇസ്ലാം എന്നുള്ള പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പുറത്തു പോകും. ഇപ്പൊ ഇവിടെ നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ ഞങ്ങൾ ഇസ്ലാം എന്നുള്ള ഇതിൽ നിന്ന് ഔട്ടാവും. നമ്മുടെ വിശ്വാസം എന്നുള്ളത് മനസ്സിന്റെ അന്തരങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് കേട്ടോ, വിശ്വാസം എന്നുള്ളത് മനസ്സിന്റെ അന്തരംഗങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ. മാത്രമല്ല വേറെ ആൾക്കാർക്ക് ആർക്കെങ്കിലും എതിരെ ദോഷകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? മുഹമ്മദ് പഠിപ്പിച്ച ഇസ്ലാമിനെ കുറിച്ചല്ല, അത് ഉറപ്പാണ്. കാരണം മുഹമ്മദ് പഠിപ്പിച്ച ഇസ്ലാമിൽ ഇതിനകത്ത് ഇതൊന്നുമില്ല. സ്വഹാബിമാർ മനസ്സിലാക്കിയ ഇസ്ലാമിലും ഇതില്ല. പ്രമാണങ്ങൾ വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. എത്രയെത്ര ആളുകളെയാണ് കൊന്നു കളഞ്ഞിട്ടുള്ളത്, എത്രയെത്ര മനുഷ്യരെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ അങ്ങ് വളയുക. അവരുടെ അവർ താമസിക്കുന്ന ആ ഗ്രാമം അല്ലെങ്കിൽ ആ കോട്ട, അവരുടെ ആ നഗരത്തിന് ചുറ്റും അവർ മതിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും, കോട്ട മതിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും. അതങ്ങോട്ട് വളയുക, ഉപരോധം ഏർപ്പെടുത്തുക, നിവൃത്തി ഇട്ടിട്ട് അവർക്ക് അവരുടെ ഭക്ഷണമൊക്കെ തീർന്നു പോയി എല്ലാവരും കഴിഞ്ഞ് പട്ടിണി കിടന്ന് ചാവുന്ന വരുമ്പോണ്ട് അവർ പിന്നെ കോട്ടവാതിലൊക്കെ തുറന്നു കൊടുത്ത് കീഴടങ്ങുകയാണ്. കീഴടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കീഴടങ്ങിയ ആ പുരുഷന്മാരെയൊക്കെ അങ്ങ് കൊന്ന് സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ച് സ്ത്രീകളെ കുറേ നാൾ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് അത് കഴിഞ്ഞ് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ കാശിന് ആയുധങ്ങളും കുതിരയും ഒക്കെ യുദ്ധായുധങ്ങളൊക്കെ വാങ്ങി ആ യുദ്ധായുധങ്ങളും കുതിരകളൊക്കെ ഉപയോഗിച്ച് സൈന്യത്തെ ഒന്നും കൂടി മെച്ചപ്പെടുത്തി പിന്നെ വീണ്ടും പോയി അടുത്തതിനെ ആക്രമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ആളല്ലേ നിങ്ങളുടെ മുഹമ്മദ്? വെറും ഒരു കൊള്ളപ്രഭു അല്ലേ, വെറും ഒരു കൊള്ളക്കാരൻ. അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഒരു കൊള്ളക്കൂട്ടത്തിന്റെ തലവൻ. നിങ്ങളുടെ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്, വെറുതെ ഒന്നുമല്ല. ബനൂ ഖുറൈദക്കാരോട് എന്താണ് ചെയ്തത്? ബനൂ നദീർ ഗോത്രക്കാരോട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ബനൂ ഖൈനൂഖക്കാരോട് അവരോട് എന്താണ് ചെയ്തത്? ഖൈബറിലുള്ളവരോട് എന്താണ് ചെയ്തത്? ഓരോരോ പ്രദേശങ്ങളുണ്ടല്ലോ. പിന്നെ അതല്ലാതെ ഇതൊക്കെ യഹൂദ ഗോത്രങ്ങളാണെന്ന് പറയാം. യഹൂദ ഗോത്രങ്ങളല്ലാതെ നിലവിലുണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ പല പല അറബി ഗോത്രങ്ങൾ അവരോട് എന്തൊക്കെയാണ് ചെയ്തത്? താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന കൃതിയുണ്ട്, വായിച്ചു നോക്കണം. സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം വിശദീകരിച്ചു വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അതിനകത്ത്. അത് നിങ്ങളതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതിനേക്കാളൊക്കെ ബെറ്ററാണ് വീരപ്പൻ. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ടാണ് പറയുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പുറത്താകുന്ന ആൾ മുഹമ്മദാണ്. നിങ്ങൾ ഈ പറയുന്ന വാദം വെച്ചാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഒന്നാമത് പുറത്താകുന്ന ആൾ മുഹമ്മദാണ്, വേറെ ആരുമല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള ആ ഉഡായിപ്പ് വാദങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേട്. രണ്ടായാലും ശരി, ഇത്തരം ഇരവാദം പറഞ്ഞുകൊണ്ട് കരയാൻ നിൽക്കരുത്. അതിനൊന്നും യാതൊരു വിലയില്ല, അത് വില പോവുകയുമില്ല. അത് ചിലപ്പോ ഞാൻ അൻവർ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മുസ്ലിം ആണെന്ന് തോന്നും. പക്ഷെ ഞാൻ മുസ്ലിമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് യഥാർത്ഥ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം ഞങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. അത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ രണ്ടാമത് പറയാനുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ, അതായത് നിങ്ങൾ കരുതുന്ന യേശു ക്രിസ്തു. ഇത് നിങ്ങളൊന്ന് കേൾക്കണം. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇദ്ദേഹം ബൈബിളിന്റെ വിശ്വാസത്തിനെതിരെ അവിടെ ഒരു ഖണ്ഡനം കൊണ്ടുവന്നപ്പോൾ, ബൈബിളിലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഖണ്ഡനം കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരാരെങ്കിലും പറയും. ഒരാൾ പാസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത്, മറ്റൊരാൾ സുവിശേഷകനല്ലേ, ഇവാഞ്ചലിസ്റ്റ് അല്ലേ, ഇവരാരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. അതേ കേട്ടോ, നിങ്ങൾ കേട്ടോ. നിങ്ങൾ വിളിക്കുന്ന യേശു ക്രിസ്തു
അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാര് ഉലുൽ അസ്മ് എന്ന് പറയുന്ന 5 പരിശുദ്ധ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് ഈസ മസീഹ് ഇബ്നു മറിയം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രവാചകൻ നിങ്ങളുടെ പ്രകാരം വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യമായി ചെയ്തിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ വേറൊരു റൂമിലൊക്കെ കേൾക്കാനിടയായി എം അക്ബർ സാഹിബ് അദ്ദേഹത്തെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് മദ്യം വിളമ്പുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ നമ്മളത് ഇടപെട്ട് ചോദിച്ചു, അങ്ങനെയല്ല സുഹൃത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു വചനങ്ങൾ ബൈബിളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന സുവിശേഷത്തിൽ ഇന്ന കാര്യത്തിൽ പറയുമ്പോൾ അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചിട്ട് പച്ചവെള്ളം തീർന്നു പോവുകയും ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബൈബിൾ പ്രകാരമുള്ള വിശ്വാസമാണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. സത്യത്തില് ഞങ്ങൾ മുസ്ലിങ്ങൾ ഒരിക്കലും മഹാനായ ഈ പ്രവാചകൻ ചെയ്തിട്ടുള്ള ആദ്യ അനുഭവം ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് സൂറത്ത് മറിയം ചാപ്റ്റർ 19 അതില് വേർഡ്സ് 27 മുതൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെയും ഓഡിയൻസിന്റെയും ശ്രദ്ധയിലേക്ക്. കാരണം മഹാനായ യേശുക്രിസ്തു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആദ്യമായി ചെയ്തിട്ടുള്ള അത്ഭുതം, അനന്തരം അവൻ ആ കുട്ടിയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം അവരുടെ അടുക്കൽ വന്നു. ഖാലൂ യാ മറിയമു ലഖദ് ജിഅ്തി ശൈഅൻ ഫറിയ്യ, ഹേ മറിയം, ആശ്ചര്യകരമായ ഒരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകും റഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ്യ, ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർവൃത്തയും ആയിരുന്നില്ല. ഫഅശാറത് ഇലൈഹി, അപ്പോ ആ പരിശുദ്ധ മറിയം ചെയ്തത് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അതിലോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോ അവര് ചോദിക്കുന്നുണ്ട്, കാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ്യ, ഈ തൊട്ടിലിൽ കിടന്ന കുട്ടി, ഒരു ശിശുവായിട്ടുള്ള ഈ കൊച്ചുകുട്ടി എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത്. അപ്പോ അവിടെ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന അടുത്ത വചനമാണ്, കാല ഇന്നി അബദുല്ലാഹി ആതാനിയൽ കിതാബി വജഅലനി നബിയ്യ, അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അടിയനാകുന്നു, എനിക്ക് അവൻ വേദഗ്രന്ഥം തന്നിരിക്കുന്നു, എന്നെ ഒരു പ്രവാചകനാക്കി നിയോഗിച്ചിരിക്കുന്നു. വജഅൽനി മുബാറക്കൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദംതു ഹയ്യ, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തെല്ലാം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കുവാൻ അവൻ എന്നോട് ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആദ്യമായി ചെയ്തിട്ടുള്ള അനുഭവം. അപ്പോ ഇത്തരത്തിലാണ് നമ്മളുടെ വിശ്വാസങ്ങൾ. നമ്മൾക്ക് ഈ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് പോലെ ഒരു ഗോത്ര ദൈവമാണ്, അത് ഗോത്രത്തിന്റെ നേതാക്കന്മാരുടെ ദൈവങ്ങളിൽപ്പെട്ട ഒരു ബഹുദൈവ ദൈവങ്ങളിൽപ്പെട്ട ദൈവമാണെന്നൊക്കെ ആക്ഷേപിച്ച് നമ്മളെ വളരെ മോശമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അവരെ ഒന്നും, ഈ പറഞ്ഞ മുൻ പ്രവാചകന്മാരെ ഒന്നും തന്നെ ഒരു തരത്തിലും ആക്ഷേപിക്കുവാനോ ഇകഴ്ത്തുവാനോ പരിഹസിക്കുവാനോ കഴിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടു ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞത്. ബൈബിളിൽ യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിൽ വെച്ച്, ആ കല്യാണ വീട്ടിൽ വെച്ചിട്ട് വെള്ളം വീഞ്ഞാക്കിയത്, ഈ പുള്ളി ശരിക്കും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. കല്യാണ വീട്ടിൽ പച്ചവെള്ളം തീർന്നു പോയി കഴിഞ്ഞപ്പോൾ പച്ചവെള്ളം വീഞ്ഞാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത് പിന്നെ പോട്ടെ, മദ്രസ പൊട്ടന്മാർ ആ ലെവലിലേക്ക് സംസാരിക്കുള്ളൂ എന്ന് വയ്ക്കാം. പക്ഷെ പുള്ളി പറയുന്നത് എന്താണ്, ബൈബിളിന്റെ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരിക്കുന്ന, 12 അപ്പോസ്തലന്മാരിൽ ഒരാളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോസ്തലന്മാരെ നമ്മൾ പേരുകൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആദ്യത്തെ 4 ഇടങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്, 3 സുവിശേഷങ്ങളിലും പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിലും. ഈ 4 ഇടങ്ങളിൽ പേര് വരുന്ന സമയത്ത് ആ പേരുകളുടെ ക്രമം എന്ന് പറയുന്നത് 12 പേരെ എഴുതുമ്പോൾ ആദ്യത്തെ 4 പേര് എല്ലായിടത്തും അത് ആദ്യത്തെ 4 പേരായിട്ട് തന്നെ വരുന്നുണ്ട്. ആ 4 പേരിൽ ചിലപ്പോൾ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കെടുക്കും, പക്ഷെ അവർ ആ 4 പേരിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. അതുപോലെ പിന്നെ വരുന്ന 4 പേര് അത് രണ്ടാമത്തെ ഗണത്തിലാണ് എടുക്കുന്നത്. അവരുടെയും പേരുകൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും, പക്ഷെ അവരൊരിക്കലും മുകളിലത്തെ 4ലേക്ക് കയറുന്നില്ല, താഴത്തെ 4ലേക്ക് ഇറങ്ങുന്നുമില്ല. പിന്നെ ഏറ്റവും അടിയിലുള്ള ഒരു 4 പേര് അങ്ങനെയായിട്ട് വരുന്നത്. ആ അടിയിലുള്ള 4 പേരിലാണ് ഇസ്കരിയോത്ത യൂദയൊക്കെ വരുന്നത്.
അവരുടെ പ്രവർത്തനത്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തരംതിരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട് 30, 60, 100 മേനി എന്ന് പറയുന്നുണ്ടല്ലോ. ആ 30, 60, 100 മേനി എന്നുള്ള നിലയിൽ തന്നെയാണ് അപ്പോസ്തലന്മാരെയും അങ്ങനെ ആ കാറ്റഗറി ആക്കി തിരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് അത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഇതിലാണ്. അപ്പൊ അതിൽ ആ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആ 4 പേര്, ഏറ്റവും പ്രധാനപ്പെട്ട 4 പേരിൽ അതിൽ വരുന്ന ആളാണ് യോഹന്നാൻ. ആ യോഹന്നാൻ തന്റെ കൂടെ നടന്ന, തന്റെ മാറോട് ചാരിയിരുന്ന ശിഷ്യനായിട്ട് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ താൻ ദൃക്സാക്ഷിയായ കാര്യം രേഖപ്പെടുത്തി വെച്ചത് നുണയാണെന്നും ഈ സംഭവമൊക്കെ കഴിഞ്ഞ് 10-600 കൊല്ലത്തിന് ശേഷം വേറെ ഒരുത്തൻ 1000 ചില്ലാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്ന് ഏതോ ഇവിടുത്തെ ഭാഷയൊന്നും അറിയില്ല, ഏതോ ഒരു നാട്, ഏതോ ഒരു സംസ്കാരം, ഇവിടെ ഇസ്രായേലുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇസ്രായേൽ അല്ല, അവിടുത്തെ ഭാഷ അറിയില്ല, അവിടുത്തെ സംസ്കാരം അറിയില്ല, ഇതൊന്നും അറിയാത്ത ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് എന്തോ കഥ പറഞ്ഞു. ആ കഥയാണ് സത്യം എന്ന് ഇവൻ പറയുന്നത്. മനസ്സിലായ? ദൃക്സാക്ഷികളായ കർത്താവിനോട് കൂടെ നടന്ന ആളുകൾ, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആ കല്യാണ വീട്ടിലുണ്ടായിരുന്ന ഈ അത്ഭുതത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എഴുതിയത് നുണയാണെന്നും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വേറെ എങ്ങോ കിടക്കുന്ന ഒരുത്തനെ എഴുതി വെച്ചത്, അതും 500-600 കൊല്ലം കഴിഞ്ഞിട്ട് പറയുന്നത്. ആ സംഭവം അതാണ് സത്യം, അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും അതിനൊരു മറുപടി പറയണ്ടേ? ഒരു ഖണ്ഡനം? അങ്ങനെയല്ല, ഇതാണ് അതിൻ്റെ ശരിയായ വശം. ബൈബിൾ എന്തുകൊണ്ട് വിശ്വസനീയമാകുന്നു, സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. പിന്നെ വേറെ ഇടത്തും പറയുന്നത് ഇവനാണോ വേറെ ഒരുത്തന്നെ പറഞ്ഞിരുന്നത്, അക്ബർ സാഹിബ് അക്ബറിന്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മദ്യം വിളമ്പിയ യേശു എന്നാണ്. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് മദ്യം വിളമ്പി എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അപമാനിച്ചിരിക്കുകയാണ്, അതാണ് ചൂണ്ടിക്കാണിച്ചത്. യേശുവിനെ പോലെ ഒരാളൊന്നും മദ്യം വിളമ്പില്ല. മദ്യം വിളമ്പി എന്ന് ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു മദ്യം വിളമ്പിയോ? പച്ചവെള്ളം വീഞ്ഞാക്കി, വീഞ്ഞ് വേറെ മദ്യം വേറെ. ഈ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസുകളിൽ കാണുന്നുണ്ടല്ലോ, ആയിഷ വാറ്റി കൊടുക്കുകയും മുഹമ്മദ് ഊറ്റി കുടിക്കുകയും ചെയ്ത സാധനം, അതിനെയാണ് മദ്യം എന്നൊക്കെ പറയുന്നത്. ഇത് വേറെ, ഇത് വീഞ്ഞാണ്. വീഞ്ഞെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അവരുടെ സംസ്കാരത്തിൽ, അവരുടെ വിവാഹത്തിൽ അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ധാരാളം ഉണ്ട്. അവരുടെയൊക്കെ വിവാഹങ്ങൾക്ക് ഞങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുപ്പിയിൽ വീഞ്ഞുണ്ടാവും. അത് ഈ ഭക്ഷണം ദഹിക്കാനാണ്, ഇറച്ചിയൊക്കെ ദഹിക്കാൻ സഹായിക്കുന്ന സാധനമാണ്, അല്ലാണ്ട് ലഹരി പിടിക്കുന്നതൊന്നുമല്ല. കുറച്ചുണ്ടാവും, അത് അവരെല്ലാവരും എടുത്ത് കഴിക്കുന്നതാണ്, അവിടെ വരുന്ന ആളുകളെല്ലാം അത് കഴിക്കുന്നതാണ്. ഇതേപോലെ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ സംസ്കാരത്തിലുള്ളതാണത്, അത് ലഹരിക്കൊന്നുമല്ല. അത് ഭക്ഷണത്തിനും ദഹനത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഉള്ളതാണത്. വീഞ്ഞിനെ കുറിച്ച് ബൈബിള് ഇതായിട്ട് പറയുന്നുണ്ട്. വീഞ്ഞുണ്ട്, അതുപോലെ തന്നെ പുതുവീഞ്ഞുണ്ട്, പിന്നെ വീര്യമേറിയ വീഞ്ഞുണ്ട്. അങ്ങനെ പല കാറ്റഗറി ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിവാഹ വീടുകളിലൊക്കെ വിളമ്പുന്ന വീഞ്ഞെന്ന് പറയുന്നത് ലഹരി ഇല്ലാത്തതും സാധാരണ ഗുണനിലവാരമുള്ളതും. ഈ ഗുണനിലവാരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനികളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഗുണനിലവാരമുള്ള, കാശ് നല്ല കൂടുതൽ കൊടുത്ത് വാങ്ങുന്ന മദ്യം. അത് ഈ ജവാൻ അടിക്കുന്ന പോലെയൊന്നും അല്ല. ജവാനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ അറ്റവും. ഇതങ്ങനെയൊന്നുമല്ല. അത് അടിച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞ ശേഷം കിക്കാവുള്ളൂ പതുക്കെ. ഞാൻ പണ്ട് രക്ഷിക്കപ്പെടുന്നേക്കാളൊക്കെ മുമ്പുള്ള സമയത്ത് ഞാനൊരിക്കൽ കുടിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കഴിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ കുടിച്ചോ, ഞാൻ അടിക്കാം. അപ്പോൾ അവർ പറഞ്ഞ് എടാ അത് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഒരു 2 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തലകുന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അത് പതുക്കെ അത് പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നല്ല വീഞ്ഞെന്ന് യഹൂദന്മാർ ഉദ്ദേശിക്കുന്നത് മട്ടൊക്കെ മാറ്റിയതും പെട്ടെന്ന് ലഹരി പിടിക്കാത്തതുമായിട്ടുള്ള വീഞ്ഞാണ്. അപ്പോൾ ആ വിധത്തിലുള്ള വീഞ്ഞാക്കിയിട്ട് അത് കൊടുക്കുന്നു. അല്ലാണ്ട് യേശുക്രിസ്തു അത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, മദ്യമാക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വിളമ്പിയിട്ടൊന്നുമില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നില്ല. ഇത് യേശുക്രിസ്തുവിനെ അപമാനിക്കാൻ വേണ്ടി തന്നെ ഇമാം അക്ബർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ പറയുന്ന വാദം, ക്രിസ്ത്യാനികൾ യേശുവിനെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെച്ചു, അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് അക്ബർ സാഹിബ് ഇങ്ങനെ ഒരു തലക്കെട്ടിട്ടതെന്നും പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ഓരോരോ വിവരക്കേട് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ഈ വാദം കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെങ്കിലും എന്തെങ്കിലും പറയും. ഇപ്പൊ എനിക്കെതിരായിട്ടാണ് ലോറൻസ് ആ റൂമിട്ടിരിക്കുന്നത്. എന്നോടുള്ള വെറുപ്പിന് വേറൊരുത്തം വന്ന് ദൈവത്തെ കുറ്റം പറയുന്ന കേൾക്കുമ്പോൾ അത് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ കുറ്റം പറഞ്ഞാൽ ലോറൻസ് മിണ്ടായിരിക്കുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷെ കർത്താവിനെതിരെ സംസാരിക്കുമ്പോൾ, ബൈബിളിനെതിരെ സംസാരിക്കുമ്പോൾ അതിലവിടെ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല, അവിടെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് കാര്യം? ക്യാ ഫലം കുച്ചിനെഹി. കേട്ടോ, ഇതാണ് പിന്നെ ലോറൻസ് അവിടെ സംസാരിക്കുന്നത്. ഇദ്ദേഹം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോറൻസ് സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടോ നിങ്ങൾ. ഓക്കെ, അൻവർ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ആൾക്കാരും കേൾക്കുന്നതുകൊണ്ടും. ഈ യഹൂദർ ഇസ്രായേലിൽ വെളിപ്പെട്ട, ഇസ്രായേലിനെ ചെങ്കടൽ കടത്തി മോശ വഴി ഇപ്പുറത്തെത്തിച്ച ദൈവത്തെ യഹോവ എന്ന്, യാഹ് എന്ന് ഇസ്രായേലിൽ പറയപ്പെടുമ്പോൾ, അല്ലെ ഞങ്ങൾ അറിയുമ്പോൾ,
അതേ ദൈവത്തെ, ആ ഡൈറ്റിയെ, പേരവിടെ നിൽക്കട്ടെ, അതേ ചരിത്രവും അതേ ഡൈറ്റിയെ തന്നെയാണ് ആ, പിന്തുടരുന്ന അതേ പ്രവാചകന്മാരുടെ പേരുകളും അതുപോലെ അതേ ഡൈറ്റിയെ തന്നെയാണ് അല്ലിയാഹ് അഥവാ അല്ലാഹ് എന്നുള്ള നിലയിലേക്ക് പിന്നീട് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതേ ചരിത്രമാണ് ഈ അറബികളും പറയുന്നത്. പക്ഷെ ഒരു വിഷയമേ ഉള്ളൂ, അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്ക് ഇസ്മായേൽ എന്നുള്ള വിഷയത്തിലും യാഗം കഴിക്കാൻ കൊണ്ട വിഷയത്തിലും ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു മേജർ ട്വിസ്റ്റ് ആണ്. അപ്പം പക്ഷേ ഈ പറയപ്പെടുന്ന ഡൈറ്റി ഒരു ദൈവത്തെ കുറിച്ചുള്ള കാര്യം തന്നെ. സൃഷ്ടാവായ ദൈവം യഹോവയാണ്. ആ ദൈവം ഇസ്രായേലിനെ വിടുവിച്ചതും അതെല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. ആദാമിന്റെ ഔവയുടെയും ചരിത്രം എല്ലാം നിങ്ങളുടെ കയ്യിലുമുണ്ട്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് വന്ന ആ ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആ ട്വിസ്റ്റിന് ശേഷം മുന്നോട്ട് വന്നിട്ട് പിന്നെ വരുന്ന ഒരു മേജർ ട്വിസ്റ്റ് വരുന്നത് ഈ യേശു ക്രിസ്തു മരിച്ചില്ല എന്ന് പറയത്തക്ക നിലയിൽ ഞങ്ങളുടെ സുവിശേഷത്തിൽ വന്നിരിക്കുന്ന ഒരു മേജർ ട്വിസ്റ്റും നിങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഊന്നി പറയുന്നത് മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു ആ തുടക്കത്തിൽ. പിന്നീട് ഹീറ ഗുഹയിൽ വെച്ചുണ്ടായ ഒരു മലക്കിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്. അതെന്നും ചോദ്യം ചെയ്യും. അത് മറ്റൊന്നുകൊണ്ടല്ല, ഗബ്രിയേലോ അഥവാ യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിനെതിരെ ആര് പറഞ്ഞാലും, ഒരു ദൂതനാകട്ടെ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ള ഡിബേറ്റ് ഞങ്ങൾ എപ്പോഴും നിലനിർത്തും. പിന്നെ അതുപോലെ ഈ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബി ദേശത്ത് മുഹമ്മദ് വരുന്ന സമയത്ത് അവിടെയുള്ള ഖുറേഷി ഗോത്രം ആരാധിച്ചുകൊണ്ടിരുന്ന ഒത്തിരി സങ്കല്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മങ്ങി നിന്ന യഥാർത്ഥ ദൈവത്തെ അവര് പുത്രിമാരുടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റു ദേവന്മാരുടെ ഇടയിലോ ഒക്കെ ആയിട്ട് ഈ എന്താണ് പല ദൈവങ്ങളുടെ ഇടയിൽ വെച്ചിരുന്നതിനെ മുഹമ്മദ് പിക്ക് ചെയ്ത് ആ ഇസ്രായേലിൽ വെളിപ്പെട്ട ദൈവം എന്ന് പറയുന്ന, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം എന്ന് പറയുന്ന ആ യാഹ് എന്ന് പറയുന്ന ദൈവത്തെ തന്നെ പിക്ക് ചെയ്ത് ഏക ദൈവം എന്ന് വെളിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഖുറേഷി ഗോത്രം അത് ഏത് നിലയിലാണ് അതിനെ മൂടി വെച്ചിരുന്നത്, ഏത് നിലയിലാണ് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെയാണ് വീണ്ടും ഇങ്ങോട്ട് സെബാസ്റ്റ്യൻ ആരോപിക്കുന്നതായിട്ട് കാണുന്നത്. പറഞ്ഞത് കേട്ടോ, ഇവിടെ ലോറൻസ് യോഹന്നാൻ പറയുന്നത് കേട്ടോ. ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ചെങ്കടലൊക്കെ പിളർന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവരെ കുടിവാർപ്പിച്ച അതേ ദൈവം തന്നെയാണ് അറേബ്യയിൽ അൽ യാഹ് എന്ന പേരിൽ വെളിപ്പെട്ടത്. ഇവിടെ വെറും യാഹ് ആയിരിക്കുന്നത് അവിടെ അൽ യാഹായി. അത് എല്ലാവരും അൽ ചേർത്താൽ മതിയല്ലോ എല്ലാത്തിൻ്റെ മുമ്പിലും. അപ്പൊ ഇവിടെ ഒരു യാഹ്, അവിടെ അൽ യാഹായി. ഈ അൽ യാഹ് ചുരുങ്ങിയിട്ടാണ് അല്ലാഹ് ആയതെന്നാണ് ലോറൻസ് യോഹന്നാന്റെ കണ്ടുപിടുത്തം. ഇത് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു വാദമാണ്. കാരണം അൽ ഇലാഹ് എന്നുള്ളത് ലോപിച്ച് അല്ലാഹായി എന്നുള്ള വാദം കേട്ടിട്ടുണ്ട്. പക്ഷെ അൽ യാഹ് എന്നുള്ളത് അല്ലാഹായി എന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ, മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു. പുള്ളി എന്ത് ചെയ്തു, ഈ ഖുറൈശികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കുറേ സത്യദൈവമുണ്ട്, സത്യദൈവത്തോടൊപ്പം തന്നെ പിന്നെ വേറെ കുറേ ദേവീദേവന്മാരൊക്കെ ഉണ്ട്. അതിന് പുത്രിമാരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ എണ്ണമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥ ദൈവത്തെ അതിൽ നിന്ന് മുഹമ്മദ് പിക്ക് ചെയ്തെടുത്തു. സത്യദൈവത്തെ പുറത്തു കൊണ്ടുവന്ന് ഇതാണ് സത്യദൈവം എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന, അവർ വിശ്വസിക്കുന്ന അള്ളാഹുവും ബൈബിളിലുള്ള യഹോവയും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാൾ തന്നെയാണ്, സത്യദൈവമായ യഹോവ തന്നെയാണ് എന്നാണ് ലോറൻസ് യോഹന്നാൻ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു വാദമാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് പക്ക പിശാചാണ്, പിശാച് തന്നെയാണത്. സത്യദൈവത്തിനെ പിശാചായിട്ടാണ്, അല്ലെങ്കിൽ പിശാചിനെ പിടിച്ച് സത്യദൈവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഈ ലോറൻസ് യോഹന്നാൻ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് മാരിയോ ജോസഫും ചെയ്യുന്നത്. ക്രൈസ്തവർക്കിടയിലുള്ള പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകും. ഒരിക്കലും അവിടെ നിന്നുള്ളവർ, ഈ വാദം കൊണ്ട് അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരികയില്ല, ഇവിടെ ഉള്ളവർ അങ്ങോട്ടേ പോവുകയുള്ളൂ. ഈ ലവ് ജിഹാദിലൊക്കെ നമ്മുടെ പല കുട്ടികളും പെട്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ ഈ വാദവും പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ പിള്ളേരെ അവർ വിചാരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ. ഇവരത് അവരുടെ ചർച്ചിലൊക്കെ പ്രസംഗിക്കുന്ന കേട്ട് പാസ്റ്റർമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാരോ ആരെങ്കിലും ഒക്കെ പ്രസംഗിക്കുന്നത് ഇവർ കേട്ടിട്ടുണ്ടാവും. ഇത് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മിക്ക കുട്ടികളും പോയിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള കേസുകളിൽ ഞങ്ങൾ കുറേ കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ടതിൻ്റെ പരിചയത്തിലാണ് പറയുന്നത്. ഞങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് തുടക്കം, നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ വിട്ട് അങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറയുന്നത്, ഒരു ഭൂരിഭാഗം പേരും പറയുന്നത്
സമാനതയുള്ള ഒരേ കാര്യം തന്നെയാണ്. അത് ഞങ്ങളുടെ ദൈവം തന്നെയാണ്, അല്ല നിങ്ങളുടെ ദൈവം തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു വരുന്നു. പിന്നെ നമ്മുടെ യേശുക്രിസ്തു അവരുടെ ഒരു പ്രവാചകനാണെന്നേ ഉള്ളൂ. പക്ഷെ അവരും വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നിപ്പോയി. അപ്പോൾ നമ്മുടെ ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ വശീകരിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ, ആ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി സത്യദൈവത്തെ വിട്ടുകളയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ദുരുപദേശമാണിത്. അള്ളാഹുവും യഹോവയും ഒന്നാണെന്നുള്ളത്. ആ ദുരുപദേശത്തിനെതിരെ സംസാരിക്കേണ്ടുന്ന ആള് ഇപ്പോൾ അതിൻ്റെ വക്താവായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ലോറൻസ് യോഹന്നാൻ ഇസ്ലാം ആയിട്ടില്ല എന്നായിരുന്നു. ലോറൻസിൻ്റെ 2 അനിയന്മാർ മാത്രമേ മുസ്ലിങ്ങളായിട്ടുള്ളൂ, ലോറൻസ് ഇസ്ലാം ആയിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ സംശയിക്കുന്ന അങ്ങനെയല്ല. കൃത്യമായിട്ട് ലോറൻസ് യോഹന്നാൻ ഇസ്ലാം ആയിട്ടുണ്ടെന്നും ട്രോജൻ കുതിരയായി ക്രിസ്ത്യാനികൾക്കുള്ളിൽ നിൽക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കടുത്ത ഒരു ദുരുപദേശം, ഇത്രമാത്രം അപകടകരമായ ഒരു കാര്യം പറയുകയില്ല. ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ വഞ്ചിക്കാൻ വേണ്ടി ഒരിക്കലും ഇത് പറയുകയില്ല. ഇവിടെ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉള്ളവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ലോറൻസ് യോഹന്നാൻ ഉള്ളത്. അനിയന്മാർ ഇതാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിയന്മാർ ഡയറക്റ്റായിട്ട് അത് പബ്ലിക്കായി അനൗൺസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി. ലോറൻസ് അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഇസ്ലാമിക വിശ്വാസം ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ലോറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോറൻസ് യോഹന്നാൻ എന്ന് പറയുന്ന ട്രോജൻ കുതിരയെ സൂക്ഷിച്ചു കൊള്ളുക. പെന്തക്കോസ്തുകാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം തെറ്റാണ്, ഖുറാനിൽ എഴുതിയിരിക്കുന്നതാണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും പറയാതെ ആ പറഞ്ഞതിനെ സാധൂകരിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണെന്ന് ലോറൻസ് യോഹന്നാൻ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇതൊരു ട്രോജൻ കുതിരയാണ്. ഭാവിയിൽ വളരെയധികം ദോഷങ്ങൾ ലോറൻസ് യോഹന്നാൻ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഏതാണോ ആ സഭയ്ക്ക് വരുത്തി വെക്കും. അത് ഏത് സഭയായാലും അതിനകത്തുള്ള ആളുകൾ സൂക്ഷിച്ചു നോക്കുക. ഇനി നമുക്ക് ലോറൻസ് യോഹന്നാനെ ഞാൻ വിടുകയാണ്. ഇവിടെ ലോറൻസ് യോഹന്നാൻ പോട്ടെ, പുള്ളി പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ഈ അള്ളാഹുവും യഹോവയും ഒരാളാണെന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞു വരുന്ന ആളുകൾ എപ്പോഴും സാമ്യങ്ങൾ എടുത്ത് കാണിക്കും. നേരത്തെ പറഞ്ഞല്ലോ, സാമ്യങ്ങൾ എടുത്ത് കാണിക്കും, വ്യത്യാസം പരിഗണിക്കില്ല. പക്ഷെ വ്യത്യാസമാണ് പരിഗണിക്കേണ്ടത്. ഞാൻ കള്ളനോട്ടിൻ്റെ ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മുടെ കൈവശം ഒരു 500 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ എത്രയായിട്ട് ഒരു കള്ളനോട്ട് നമുക്ക് സംശയം തോന്നി, ഇത് കള്ളനോട്ടാണെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല നോട്ടുമായിട്ട് ചേർത്ത് വെച്ച് നോക്കും. നമുക്ക് ഉറപ്പുള്ള ഒറിജിനൽ നോട്ടാണ്, റിസർവ് ബാങ്ക് ഇറക്കിയിരിക്കുന്ന ഒറിജിനലാണ്, നമുക്ക് ഉറപ്പുള്ളതായിട്ട് ചേർത്ത് വെച്ച് നോക്കും. അതിനകത്ത് എത്രത്തോളം സാമ്യം ഉണ്ടായാലും നമ്മൾ സാമ്യമല്ല നോക്കുക, നമ്മൾ നോക്കുന്നത് വ്യത്യാസമാണ്. ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കള്ളനോട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സാമ്യമല്ല വ്യത്യാസമാണ് നോക്കുന്നതെങ്കിൽ ഈ പണത്തിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണ് സ്വന്തം ആത്മാവ്. ആത്മാവിനേക്കാളും ജീവനേക്കാളും വിലയുള്ള വേറെ എന്തോ ഉള്ളത്? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ അല്ലെങ്കിൽ ജീവൻ നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്നാണ് കർത്താവ് ചോദിച്ചത്? ഒരു പ്രയോജനവും ഇല്ല. ലോകത്തിനേക്കാളും വിലയുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ കാര്യം വരുമ്പോൾ, ആ ആത്മാവിന്റെ കാര്യം വരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണെന്ന് ഈ സാമ്യങ്ങൾ നോക്കുന്നത്? വ്യത്യാസം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം അത് ഫേക്ക് ആണെന്നുള്ളത്. നമ്മളത് കുറച്ച് നോക്കാം. നമ്മൾ ഇപ്പൊ സമയം കുറെ അങ്ങ് പോയതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റേ പറയുന്നുള്ളൂ. ഇവിടെ യഹോവയും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരെണ്ണം, ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, യഹോവയായിരിക്കുന്ന ദൈവം പിതാവാണ്. പഴയ നിയമത്തിൽ യഹോവയെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് എന്ന് മലാക്കി പ്രവാചകൻ പറയുന്നുണ്ട്. മാത്രമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് 64:8 എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. യെശയ്യാവ് പറയുകയാണ്, യെശയ്യാവ് 64:8 യഹോവേ നീ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുകയാണ്. ഇനി യെശയ്യാവ് 63:16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അപ്പൊ ഇവിടെ യെശയ്യാവ് തന്നെയും പിന്നെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നീ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുകയാണ്. ഞങ്ങളുടെ പിതാവ്. ഈ പഴയ നിയമത്തിലുള്ള ഇസ്രായേൽ ജനത്തിൽ നിന്ന് പുതിയ നിയമത്തിലുള്ള ക്രൈസ്തവർക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. എൻ്റെ പിതാവേ എന്ന് വ്യക്തിപരമായിട്ട് അവന് വിളിക്കാം. എന്നാൽ ഇസ്രായേലിന് അത് പറ്റില്ലായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ എന്ന് വിളിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ എന്ന് മാത്രമേ അവർക്ക് വിളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു എൻ്റെ പിതാവ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തുവിനെതിരെ വരുന്നത്.
അവൻ ദൈവത്തോട് സമനാക്കി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഓ മൈ ഫാദർ എന്ന് പറഞ്ഞ് അബ്ബ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. അതാണ് വ്യത്യാസം. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ കാര്യം വരുമ്പോൾ ഇവിടെ യഹോവ പിതാവാണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നത് യഹോവ പിതാവാകുന്നു. അള്ളാഹുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു എല്ലാ തരത്തിലുള്ള പിതൃത്വവും നിഷേധിക്കുന്നവനാണ്. ഒരു വിധത്തിലുള്ള പിതൃത്വം അള്ളാഹു അംഗീകരിക്കുന്നില്ല. ഒന്നാമത്തത് ശാരീരികമായ പിതൃത്വം അള്ളാഹു നിഷേധിക്കുന്നുണ്ട്. സൂറ 6:101. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ. അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അവനൊരു കൂട്ടുകാരിയും ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനുമാണ്. ഇവിടെ പറയാണ് അള്ളാഹുവിന് ഒരു കൂട്ടുകാരില്ല, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല. അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികളുണ്ടാകില്ല, അതിൽ കുട്ടികളുണ്ടാകില്ല. അപ്പൊ ശാരീരികമായ പിതൃത്വം ഒരു കൂട്ടുകാരിയിലൂടെ അല്ലെങ്കിൽ ഇണയിലൂടെ ഉണ്ടാക്കുന്ന ആ പിതൃത്വം ഉണ്ടല്ലോ, അത് നിഷേധിക്കുകയാണ്. അതിവിടെ ഇല്ലാത്ത, അങ്ങനെ അവനൊരു കൂട്ടുകാരി ഇല്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ദുർബലനാണ് അള്ളാഹു എന്നിവിടെ പറയാണ്. രണ്ടാമത്തത് ദത്തെടുപ്പിലൂടെയുള്ള പിതൃത്വം ഉണ്ടല്ലോ, ബയോളജിക്കൽ ഫാദർ ആകണമെന്നില്ല, ദത്തെടുപ്പിലൂടെ ലീഗലായിട്ടുള്ളതാണ്, അത് നിഷേധിക്കുകയാണ്. സൂറ 39:4. ഒരു സന്താനത്തെ സ്വീകരിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അവൻ എത്ര പരിശുദ്ധൻ, ഏകനും സർവാധിപതിയുമായ അള്ളാഹു അത്രേ അവൻ. സൂറ 39:4. ഇനി 5:18 യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു എന്ന്. നബിയെ പറയുക, പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത്? അങ്ങനെയല്ല, അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു നിങ്ങൾ. 5:18. അപ്പൊ ഇവിടെ ഈ പറയുന്ന ന്യായം ഇതും യഹോവയുടെ സ്വഭാവത്തിനെതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും പറയാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു. അപ്പൊ ഇതിനുള്ള മറുന്യായം എന്താണ് പറയുന്നതെന്ന് കണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതെന്ന് എന്ന് വെച്ചാൽ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവരും അവന്റെ മക്കളും ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ശിക്ഷിക്കാൻ പാടില്ലോ എന്നാണ് ഈ ചോദിക്കുന്നതിന്റെ പൊരുള്. ഇത് ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരാണ്. കാരണം എന്താണ്? ആവർത്തന പുസ്തകം 8:5 അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ദൈവം ശിക്ഷിച്ചു വളർത്തുന്നു. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ എന്തിനാണ് നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കേണ്ട ആവശ്യം? ഇവിടെ ദൈവം പറയാണ്, ഒരു അപ്പൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ ദൈവം നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു. സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 3:11-12 മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. സദൃശ്യവാക്യം 3:11-12. പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം, 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് ചോദിക്കുന്നുണ്ട് എബ്രായ ലേഖനക്കാരൻ. അപ്പോൾ ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവം, ഒന്നാമൻ പിതാവാണ്, 2 മക്കളെ ശിക്ഷിച്ച് വളർത്തുന്നവനുമാണ്. എന്നാൽ അള്ളാഹുവിന് ഇങ്ങനെ, അള്ളാഹു പിതാവല്ല, അള്ളാഹുവിന് ഇങ്ങനെയുള്ള പരിപാടിയില്ല. ഇനി അടുത്ത ഒരു പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ബൈബിളിലെ യഹോവയായ ദൈവം വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധനാകുന്നു, പരിശുദ്ധ ദൈവമാകുന്നു. ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് വിശുദ്ധിയോടുള്ള അവന്റെ സ്നേഹമാണ്. ബൈബിളിലെ ദൈവം വേണമെങ്കിൽ തന്റെ ശക്തി താൽക്കാലികമായി ത്യജിച്ചെന്ന് വരാം, തന്റെ മഹത്വം താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചു എന്ന് വരാം. പക്ഷെ തന്റെ വിശുദ്ധി അവൻ ഒരിക്കലും ത്യജിക്കുകയില്ല. ബാക്കിയുള്ള മതങ്ങളിലെ ദൈവങ്ങളിൽ നിന്ന് ബൈബിളിലെ ദൈവത്തെ വ്യത്യസ്തനാക്കുന്നത് ഇതാണ്. ബാക്കിയുള്ള മതങ്ങളിലെ ദൈവങ്ങൾ അവരുടെ വിശുദ്ധിയൊക്കെ അവർ വേണ്ടെന്ന് വയ്ക്കും, എല്ലാവിധമായ അശുദ്ധിയും ചെയ്തെന്ന് വരാം. പക്ഷെ അവരുടെ ശക്തി ഒരിക്കലും അവർ വിട്ടുകളയില്ല. ശക്തി അതവർക്ക് പ്രധാനമാണ്, അതൊരിക്കലും വിടുകയില്ല. ബൈബിളിലെ ദൈവം അങ്ങനെയല്ല. ബൈബിളിലെ ദൈവം വേണമെങ്കിൽ ശക്തി ത്യജിച്ചെന്ന് വരാം, താൽക്കാലികമായിട്ട് മഹത്വം ഒക്കെ ത്യജിച്ചെന്ന് വരാം. അതാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായി ബലഹീനനായി ഇവിടെ ജീവിച്ചത്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ ഒരിക്കലും തന്റെ വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. അവൻ വിശുദ്ധിയോടുകൂടെ തന്നെ ജീവിച്ചു. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ആ ജനങ്ങളോട് ചോദിക്കത്തക്കവണ്ണം പരിപൂർണ വിശുദ്ധിയിൽ തന്നെ അവൻ ജീവിച്ചു. അതാണ് ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകത. വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, കാരണം അവൻ പരിശുദ്ധൻ ആകുന്നു. അവൻ ജനത്തോട് കൽപ്പിക്കുമ്പോൾ ലേവ്യപുസ്തകം 11:45 വാക്യവും അതുപോലെ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലും
പുതിയ നിയമത്തിലും ആവർത്തിച്ചു വരുന്ന കൽപ്പനയാണിത്. ദൈവം വിശുദ്ധനായതുകൊണ്ടാണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് കുറച്ച് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ഈ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യഹോവയായ ദൈവം കനാന്യരുടെ മ്ലേച്ഛകൃത്യങ്ങളെ ഇസ്രായേൽ മക്കൾക്ക് പട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തന്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛത ഒക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെ. എന്നാൽ ഈ ഇസ്രായേൽ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചില്ല. അവരുടെ പുരോഹിതന്മാരും രാജാക്കന്മാരും മൂപ്പന്മാരും പ്രമാണിമാരും ഒക്കെ താന്താങ്ങൾക്ക് ബോധിച്ച വഴിയിൽ നടന്ന് ദൈവത്തിന്റെ നാമത്തിനെയും ദൈവത്തിന്റെ ആലയത്തിനെയും അശുദ്ധമാക്കുകയുണ്ടായി. ജെറുസലേമിനകത്ത് അല്ലെങ്കിൽ ജെറുസലേമില് സോളമൻ ദൈവാലയം പണിയുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നത് സമാഗമന കൂടാരമായിരുന്നു. അത് യഹോവയുടെ കൽപ്പന പ്രകാരം മരുഭൂമിയിൽ വെച്ച് ബസലേലിന്റെയും ഒഹോലിയാബിന്റെയും നേതൃത്വത്തിൽ മോശയുടെ മേൽനോട്ടത്തിൽ പണിതതാണ്. ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാളയം അടിച്ചിരുന്നത് ഈ സമാഗമന കൂടാരത്തിന് ചുറ്റുമായിട്ടായിരുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇസ്രായേല് പിന്നെ കനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ അവര് സമാഗമന കൂടാരം ഉറപ്പിച്ചത് ശീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. യോശുവയുടെ പുസ്തകം 18-1. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. യോശുവ 18-1. മഹാപുരോഹിതനായ ഈ എലയാസരും പിന്നെ നേതാവായ യോശുവയും ഗോത്രപിതാക്കന്മാരും പ്രമാണികളും കൂടി ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് കനാൻ ദേശം ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുത്തത് ഈ ശീലോവിലെ ഈ ആലയത്തിന് മുമ്പിൽ വെച്ചായിരുന്നു. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. അതുപോലെ തന്നെ ഞാൻ വായിക്കുന്നില്ല സമയത്തിന്റെ പരിമിതി കൊണ്ട്. 19-50. പിന്നെ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ യോദ്ധാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നത് ശീലോവിലെ ഈ ആലയത്തിന് മുമ്പിലായിരുന്നു. യോശുവ 22-12 ഞാൻ വായിക്കാം. ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. യോശുവ 22-12. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായിരുന്ന ശീലോവിലെ ഈ ആലയം പിന്നീട് യഹോവ തന്നെ നശിപ്പിക്കുകയായിരുന്നു. യഹോവ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ശത്രുക്കളെ അത് ആക്രമിച്ച് നശിപ്പിക്കാൻ വിട്ടുകൊടുത്തു. ആലയം കൈവിട്ട് കളഞ്ഞു. ഈ നശിപ്പിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? തന്റെ ജനമായ ഇസ്രായേൽ ഈ ആലയത്തിലും ഇസ്രായേൽ രാജ്യത്തിലും നടത്തിയിരുന്ന മ്ലേച്ഛ കൃത്യങ്ങളായിരുന്നു. എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ജനം ചെയ്യുകയും എന്നിട്ട് ആ മ്ലേച്ഛതയോടുകൂടെ തന്നെ ഈ ആലയത്തിലേക്ക് വന്ന് നീയല്ലോ ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയെ ആരാധിക്കാനൊക്കെ ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലും ഒക്കെ ഈ മ്ലേച്ഛ കൃത്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം. ഈ ശീലോവിലെ ആലയം നശിപ്പിക്കപ്പെട്ടത് എപ്രകാരമാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് സങ്കീർത്തനക്കാരനായ ആസാഫിലൂടെയും പ്രവാചകനായ യിരെമ്യാവിലൂടെയും നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആസാഫ് പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 78-ന്റെ 56 മുതൽ 62 വരെയുള്ളത് വായിക്കാം. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു, തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. സങ്കീർത്തനം 78-ന്റെ 56 മുതൽ 62 വരെയുള്ള കാര്യം. അപ്പൊ ഇവിടെ ഇവര് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ ശീലോവിലെ തിരുനിവാസവും ആ കൂടാരമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു. അവൻ വേണ്ടെന്ന് വെച്ചു. കാരണം അവൻ വിശുദ്ധനാണ്. അവന്റെ അടുക്കൽ വരുന്നെങ്കിൽ വിശുദ്ധിയോടുകൂടെ തന്നെ വരണം. അശുദ്ധിയെല്ലാം ചെയ്തിട്ട് ഇവന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനവൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. അങ്ങനെയുള്ള ദൈവമാണ് ബൈബിളിലെ ദൈവം. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇനി നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കാം. യിരെമ്യാവ് 7-ന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ.
എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക കൊണ്ട് എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എഫ്രയീം സന്തതിയെ ഒക്കെ ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 7:12-15 വരെ. യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. ശീലോവിലെ ആലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ദാവീദിന്റെ മകനായ ഈ ശലോമോന്റെ നേതൃത്വത്തിൽ യെരുശലേം നഗരത്തിൽ യഹോവയ്ക്ക് ഒരു ആലയം പണിയുകയുണ്ടായി. മഹത്വം കൊണ്ട് സർവ്വദേശത്തിലുമുള്ള എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. സ്വർണവും വെള്ളിയും മുത്തും രത്നങ്ങളും പവിഴങ്ങളും കല്ലുകൾ ദേവദാരുമരം കൊണ്ട് ഒക്കെ പണിതതായിരുന്നു ആ ദൈവാലയം. ഇസ്രായേൽ രാജ്യത്തിന്റെ മഹത്വവും ഇസ്രായേൽ ജനങ്ങളുടെ കണ്ണിന്റെ ആനന്ദവുമായിരുന്നു യെരുശലേമിലെ ആ കൂറ്റൻ ദൈവാലയം. എന്നാൽ പിന്നീട് തലമുറകൾ പലത് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകലുകയും ഈ ദൈവാലയത്തെ അവർ തങ്ങളുടെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, മ്ലേച്ഛ കൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് അശുദ്ധമാക്കുകയുണ്ടായി. ഈ സമയത്താണ് യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഇപ്രകാരം ജനത്തോട് സംസാരിക്കുന്നത്. യിരെമ്യാവ് 26-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ യഹോവ യിരെമ്യാവിനോട് പറയുകയാണ്, എന്നാൽ നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു അറിയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും. യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു. നീ മരിക്കണം നിശ്ചയം. ഈ ആലയം ശീലോവിന് തുല്യമാകും. ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ യിരെമ്യാവിന്റെ അടുക്കൽ വന്നുകൂടി. ഈ കാര്യം യഹൂദാ പ്രഭുക്കന്മാർ കേട്ടപ്പോൾ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്നു. യഹോവയുടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഇരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും, ഈ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാവ് 26-4 മുതൽ 11 വരെ. അപ്പൊ ഇവിടെ ദൈവം പറയാണ്, ഈ ആലയത്തെ ഞാൻ ശീലോവിന് തുല്യമാക്കും. ഇവരെ സംബന്ധിച്ച് അവരുടെ കണ്ണിന്റെ ആനന്ദമാണ് അത്. എസ്കേൽ പ്രവാചകനോട് പറയുന്നുണ്ട് ദൈവം, അത് അവരുടെ കണ്ണിന്റെ ആനന്ദമായിരിക്കുന്ന ഈ ആലയത്തെ ഞാൻ നശിപ്പിച്ചു, ഒറ്റ അടിയാൽ ഞാൻ തകർത്ത് കളയുമെന്ന് പറയുന്നുണ്ട്. അതായത് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞ പ്രമാണങ്ങളൊക്കെ വെച്ച് തന്നെ പണിത ആലയമാണ്. ഓർക്കണം, ആ അത്രയും വലിയ ആ മഹത്തായ ആലയം, ആ ദൈവാലയം, ദൈവം പറയാണ് ഇവരുടെയൊക്കെ കണ്ണിന്റെ ആനന്ദമായിരിക്കുന്ന ആ ആലയത്തെ ഞാൻ ഒറ്റ അടിയാൽ ഇടിച്ചു കളയുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നീട് ഈ യെരുശലേം നഗരത്തിനും ദൈവാലയത്തിനും നേരെയുള്ള ദൈവത്തിന്റെ വചനം അറിയിച്ചതിന്റെ പേരിൽ യിരെമ്യാ പ്രവാചകൻ മാത്രമല്ല വേറെ പല പ്രവാചകന്മാരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യിരെമ്യാവ് 26-20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം, അവനെ വാൾ കൊണ്ടുവന്ന് ഇതിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ, ഈ പ്രഭുക്കന്മാർക്കെതിരെ, ഇവരുടെ ഈ മ്ലേച്ഛകൃത്യങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ച ഈ പ്രവാചകനെ, ഉരിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ ഇത് ചെയ്തു, കൊന്നുകളഞ്ഞു, വാളുകൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ യഹൂദ രാജാക്കന്മാരും പുരോഹിതന്മാരും മൂപ്പന്മാരും പ്രമാണികളും സാമാന്യ ജനവും യഹോവയായ ദൈവത്തെ കോപിപ്പിക്കുന്ന വിധത്തിൽ സകല മ്ലേച്ഛകളും ചെയ്യുന്ന സമയത്താണ് സിദക്കിയാവ് എന്ന് പറയുന്ന ആൾ രാജാവാകുന്നത്. അവൻ രാജാവായിരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തിന്റെ വചനം തന്നെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുത്തനാണത്. ഏതായാലും എന്തുണ്ടായി എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ആ ഭാഗം ഒന്ന് താഴോട്ട് വായിക്കാം, ദൈവം എങ്ങനെയാണ് ഇവരോട് ഇടപെട്ടത് എന്നുള്ള കാര്യം. 2 ദിനവൃത്താന്തം 36-12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച് അവന്റെ ആലയത്തെ അശുദ്ധമാക്കി.
അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. കൽദയരുടെ രാജാവ് എന്ന് പറയുന്നത് നെബൂഖദ്നേസറിനാണ്. നെബൂഖദ്നേസറിനെ സൈന്യത്തിനെയും ഈ ഇസ്രായേൽ ജനത്തിനെതിരെ, യഹൂദർക്കെതിരെ വരുത്തുകയാണ്. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവാലയം ചുട്ടു, യെരുശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായം 12 മുതൽ 19 വരെ. ഇതാണ് യഹോവയായ ദൈവത്തിന്റെ സ്വഭാവം. അശുദ്ധിക്ക് നേരെ അവൻ കണ്ണടയ്ക്കുകയില്ല. അത് പുറമേയുള്ളവർ ചെയ്താലും, കനാന്യർ ചെയ്താലും ശരി, സ്വന്തം ജനമായ ഇസ്രായേൽ ചെയ്താലും ശരി, അശുദ്ധിക്ക് നേരെ അവൻ കണ്ണടയ്ക്കുകയില്ല. അത് ചെയ്തവനെ അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. തൻ്റെ ആലയം പോലും അശുദ്ധമായി തീരുകയാണെങ്കിൽ ആലയത്തെ അവൻ കൈവിട്ട് കളയും. അല്ലാണ്ട് എൻ്റെ ആലയമാണ്, അതിനകത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ ആ സ്വഭാവം ബൈബിളിലെ ദൈവത്തിനില്ല. യഹോവയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. യഹോവ ഈ അശുദ്ധിക്ക് നേരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ദൈവമാണ്. എന്നാൽ എന്താണ് അള്ളാഹുവിന്റെ സ്ഥിതി? അതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ, അള്ളാഹു എങ്ങനെയുള്ളവനാണെന്നുള്ളത്. മുഹമ്മദ് മക്ക പിടിച്ചെടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ കറുത്ത കല്ലായ ഹജറുൽ അസ്വദ് അടക്കം കഅബയിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്ത് പലവിധമായ മ്ലേച്ഛകൃത്യങ്ങളുണ്ട്. അവരുടെ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ നഗ്നരായിട്ട് അതിന് ചുറ്റും, കഅബയ്ക്ക് ചുറ്റും കിടന്ന് വട്ടം കറങ്ങലായിരുന്നു. പിന്നെ ചില ബലികൾ, മൃഗബലി ഇഷ്ടം പോലെയുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതല്ലാതെ അന്നൊക്കെ ചില സമയത്ത് നരബലികൾ വരെ അവിടെ നടത്തിയിരുന്നു, മനുഷ്യരെ വരെ അവിടെ അറുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത്, ആ നരബലി വരെയൊക്കെ അവിടെ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ, അതായത് എല്ലാ മ്ലേച്ഛതകളും അതിനകത്ത് കുടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിൽ ഈ യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ്, യമനിലെ രാജാവായ അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ആനകളടക്കമുള്ള ഒരു വമ്പിച്ച സൈന്യം ഈ കഅബയെ ആക്രമിക്കാൻ പുറപ്പെട്ടു വരുന്നുണ്ട്. അതിന്റെ കാരണം, അബ്രഹത്ത് യമന്റെ തലസ്ഥാനമായ സനായിൽ പണിത അൽ ഖലീസ് എന്ന ഗംഭീരൻ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കടന്ന് ചില ഖുറൈശികൾ മലവിസർജനം നടത്തിയതാണ്. അദ്ദേഹം വലിയ ഒരു പള്ളി അവിടെ പണിത്, ക്രിസ്ത്യൻ പള്ളി. അപ്പൊ യുവന്മാർ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറൈശികൾ പോയിട്ട് അതിനകത്ത് കയറിയിട്ട് മലവിസർജനം നടത്തി. കാരണം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അറബികളുടെ തീർത്ഥാടനം കഅബയിൽ നിന്ന് ഈ അൽ ഖലീസ് എന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് താൻ മാറ്റുമെന്ന് അബ്രഹത്ത് വിളംബരപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അറബികൾ പോയിട്ട് ഇത് ചെയ്തത്. കാരണം അറബികളെ സംബന്ധിച്ച് ഈ കഅബ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അവർക്ക് വളരെ മെച്ചമുള്ള ഒരു സംഗതിയാണ്. അവിടേക്ക് വരുന്ന തീർത്ഥാടകരിൽ നിന്ന് ധാരാളം വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ, സനായിലേക്ക് മാറുകയാണെങ്കിൽ ഈ പണമൊന്നും കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പോയിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു, കോപാകുലനായി. കഅബ തകർത്ത് കളയാതെ ഇനി വിശ്രമിക്കുകയില്ല എന്ന് ഈ അബ്രഹത്ത് പ്രതിജ്ഞ എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് AD 570 അല്ലെങ്കിൽ 571 60,000 ഭടന്മാരും 13 ആനകളും അടങ്ങുന്ന ഒരു വമ്പൻ സൈന്യവുമായി അബ്രഹത്ത് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. വഴിമധ്യേയുള്ള അറബികളുടെ എല്ലാ എതിർപ്പുകളും പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ സൈന്യം മക്കയിലെത്തി. മക്കയിൽ ഉള്ളിൽ കയറിയിട്ടില്ല, മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി അതിന്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. ഇവരുടെ വരവറിഞ്ഞപ്പോൾ ഈ കഅബയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് ഇബ്നു ഹിഷാമിന്റെ സീറയിൽ ഇപ്രകാരമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ അതൊന്ന് വായിക്കാം. ദൈവമേ, ദാസൻ സ്വന്തം വീട് കാക്കുന്നു, നീ നിന്റെ വീടും കാത്തുകൊള്ളണമേ. നാളെ അവരുടെ കുരിശും തന്ത്രങ്ങളും നിന്റെ തന്ത്രത്തെ അതിജയിക്കാതിരിക്കണമേ. അവരെയും ഞങ്ങളുടെ ഖിബ്ലയെയും നീ അവയുടെ പാട്ടിന് വിടാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ഇച്ഛിക്കുന്നത് പോലെ കൽപ്പിച്ചു കൊള്ളുക. പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥനയെ ഇബ്നു ജരീർ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: നാഥ, അവരെ നേരിടുന്നതിന് ഞാൻ നിന്നിലല്ലാതെ മറ്റാരിലും പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. അതുകൊണ്ട് നാഥ, അവരിൽ നിന്ന് നിന്റെ ഹറമിനെ രക്ഷിക്കണമേ. ഈ മന്ദിരത്തിന്റെ ശത്രു നിന്റെ ശത്രുവാകുന്നു. നിന്റെ പട്ടണം തകർക്കുന്നവരിൽ നിന്ന് അവരെ ചെറുക്കണമേ. എന്നാൽ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്ന ഈ അബ്രഹത്തിന്റെ മഹ്മൂദ് എന്ന് പേരായ പടയാന, ഈ ആനപ്പട ആക്രമിക്കാൻ വരുന്നതിനെ കുറിച്ചാണ് ഖുർആനിനകത്ത് ഒരു അധ്യായമുള്ളത്. ഫീൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അപ്പൊ അത് ഇതാണ്. അപ്പൊ ഈ അബ്രഹത്തിന്റെ മഹ്മൂദ് എന്ന് പേരായ പടയാന പെട്ടെന്ന് ഇരുന്ന് കളഞ്ഞു.
ഇതിന് കുറേ അടിക്കുകയൊക്കെ ചെയ്യും. ഇവര് അടിക്കുകയും കുത്തുകയും തോട്ടി കൊളുത്തി വലിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആനയ്ക്ക് മുറിവേറ്റതല്ലാതെ അത് അനങ്ങാൻ കൂട്ടാക്കിയില്ല. അതിനെ തെക്കോട്ടോ വടക്കോട്ടോ തെളിക്കുമ്പോൾ അത് ഓടും. പക്ഷെ മക്കയുടെ ദിശയിലേക്ക് തെളിച്ചാൽ അത് അവിടെ കൊമ്പ് കുത്തി അവിടെ അങ്ങ് ഇരിക്കും. എന്ത് ചെയ്താലും നടക്കാൻ കൂട്ടാക്കില്ല. മാത്രമല്ല ഈ ഘട്ടത്തിൽ പറവകൾ കൂട്ടം കൂട്ടമായി അവയുടെ കൊക്കുകളിലും കാലുകളിലും ചരൽ കല്ലുകളൊക്കെ ഏന്തി പറന്നെത്തി. അവ ഈ കല്ലുകൾ അവരുടെ കൊക്കുകളിലൊക്കെ എടുത്തോണ്ട് വന്ന കല്ലുകളൊക്കെ ഈ സൈന്യത്തിന്റെ മീതെ വർഷിച്ച് അങ്ങനെ കല്ലുമഴയുണ്ടായി അവിടെ. ഈ കല്ല് ആരുടെ മേത്തൊക്കെയാണോ വീഴുന്നത്, കല്ല് കൊണ്ടവരുടെ ശരീരമൊക്കെ അളിയാൻ തുടങ്ങി, അങ്ങനെ ചീഞ്ഞളിഞ്ഞു പോകാൻ തുടങ്ങി. മുഹമ്മദ് ഇബ്നു ഇസാഖും ഇക്രിമയും നിവേദനം ചെയ്യുന്നു. അത് അവരുടെ ഇതിങ്ങനെയാണ് ആ ഹദീസിൽ വരുന്നത്. അത് വസൂരി ആയിരുന്നു. അറബ് നാട്ടിൽ ആദ്യമായി വസൂരി കാണപ്പെട്ടത് ആ വർഷമായിരുന്നു. ഇബ്നു അബ്ബാസ് പറയുന്നു, ആ കല്ല് കൊള്ളുന്നവർക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുകയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് ഉതിർന്നു പോയി തുടങ്ങുകയും ചെയ്തു. ഇബ്നു അബ്ബാസിന്റെയും മറ്റും നിവേദനം ഇങ്ങനെയാണ്: മാംസവും രക്തവും വെള്ളം പോലെ ഒഴുകിപ്പോയി അസ്ഥികൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അബ്രഹത്തിനും ഈ യാതനയുണ്ടായി. അയാളുടെ ദേഹം കഷ്ണം കഷ്ണമായി വീഴുകയായിരുന്നു. അതിന്റെ കഷ്ണങ്ങൾ വീണെടുത്ത് ദുർനീരും ചീഞ്ചലവും ഒഴുകിയിരുന്നു. അവർ സംഭ്രാന്തരായി യമനിലേക്ക് തിരിച്ചോടാൻ തുടങ്ങി. വഴികാട്ടിയായി ഗശമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന നുഫൈൽ ഇബ്നു ഹബീബിനെ തെരഞ്ഞുപിടിച്ച് തിരിച്ചു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിനെ വിസമ്മതിച്ചതുകൊണ്ട് ഇപ്രകാരം പാടുകയാണ് ഉണ്ടായത്: ദൈവം പിന്തുടർന്നുകൊണ്ടിരിക്കെ ഇനി നിങ്ങൾ എങ്ങോട്ടോടാനാണ്? മുറിമൂക്കൻ എന്ന് പറഞ്ഞ അബ്രഹത്ത്, മുറിമൂക്കൻ ഇപ്പോൾ ജയിക്കപ്പെട്ടവനാണ്, ജേതാവല്ല. ഈ നെട്ടോട്ടത്തിൽ അവർ അവിടെ വീണ് മരിച്ചുകൊണ്ടിരുന്നു. അത്വ ഇബ്നു യസാർ പറയുന്നു, എല്ലാവരും ഒരേ സമയത്തല്ല നശിച്ചത്. ചിലർ അവിടെ തന്നെ മരിച്ചു, ചിലർ ഓടിപ്പോകുമ്പോൾ വഴിയിലങ്ങ് മരിച്ചു വീണു. ഗച്ച് പ്രദേശത്തെത്തിയപ്പോൾ അബ്രഹത്തും മരിച്ചു. അൽ ഫീൽ എന്ന സൂറ 105 ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ്. അബുൽ അല മൗദൂദിയുടെ തഫീമുൽ ഖുറാനിൽ ഈ അധ്യായത്തിന്റെ പശ്ചാത്തല വിവരണത്തിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. ചിലതൊക്കെ ഞാൻ വായിച്ചു, ചിലതൊക്കെ പറഞ്ഞതൊക്കെ. അപ്പൊ അള്ളാഹു അവന്റെ മന്ദിരത്തെ സംരക്ഷിച്ചു എന്നാണ് ഒറ്റ ശ്വാസത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അബ്രഹത്തിന്റെ സൈന്യത്തിൽ നിന്ന് അള്ളാഹു അത്ഭുതകരമായി തന്റെ സൈന്യത്തെ തന്റെ ആലയത്തെ സംരക്ഷിച്ചു, കാബയെ സംരക്ഷിച്ചു, തന്റെ ഭവനത്തെ സംരക്ഷിച്ചു എന്നൊക്കെയാണ്. ഇതെപ്പോഴാണ് അള്ളാഹു ഈ മന്ദിരത്തെ സംരക്ഷിക്കുന്നത്? അതിൽ 360 വിഗ്രഹങ്ങൾ ഉള്ളപ്പോൾ, അതിലെ ചില ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മനുഷ്യരെ തന്നെ ബലിയായി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്, എല്ലാവിധമായ മ്ലേച്ഛതകളും കാബയ്ക്കുള്ളിൽ അരങ്ങുവാണുകൊണ്ടിരുന്നപ്പോൾ, ബഹുദൈവാരാധികളായ ആളുകൾ ഒരു തുണിക്കഷ്ണം പോലും ദേഹത്ത് ചുറ്റാതെ പരിപൂർണ നഗ്നരായി കാബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത്, അപ്പോഴാണ് അള്ളാഹു കാബയ്ക്ക് ഒരു കേടും പറ്റാതെ അക്രമങ്ങളിൽ നിന്നും സംരക്ഷിച്ചത്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എല്ലാ അശുദ്ധിയുള്ള സമയത്ത് ഈ കാബയെ സംരക്ഷിച്ചു. എന്നാൽ കാലം കുറെ കഴിഞ്ഞു. ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് മക്ക പിടിച്ചെടുത്തതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കാം. മുസ്ലിമിലും അതുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ഇബ്നു മസൂദ് പറയുന്നു, മക്ക വിജയ ദിവസം തിരുമേനി അവിടെ പ്രവേശിക്കുമ്പോൾ കാബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് അവയെ കുത്തിക്കൊണ്ട് തിരുമേനി ഇങ്ങനെ അരുളിക്കൊണ്ടിരുന്നു: സത്യം സമാഗതമായി കഴിഞ്ഞു, അസത്യത്തിന്റെ തല ചതഞ്ഞുപോയി. സത്യം സമാഗതമായി കഴിഞ്ഞു, ഇനി അസത്യം ഉടലെടുക്കുകയോ അത് ആവർത്തിക്കുകയോ ഇല്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1620. ഇനി സ്വഹീഹ് മുസ്ലിമിലും ഇത് തന്നെയുണ്ട്. അബ്ദുള്ള നിവേദനം, നബി മക്കയിൽ പ്രവേശിച്ചു. ആ സമയത്ത് കാബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അതിനെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇപ്രകാരം ഓതി: സത്യം വന്നു, അധർമ്മം നീങ്ങി. തീർച്ചയായും അധർമ്മം നീങ്ങുന്നത് തന്നെ. സത്യം വന്നു, അസത്യം യാതൊന്നും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനഃസ്ഥാപിക്കുകയുമില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 87. ഇപ്പൊ മക്കയിലെ കഅബയിൽ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളിൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കറുത്ത കല്ലൊഴികെയുള്ള ആ ഒരു വിഗ്രഹം ഒഴിച്ച് ബാക്കിയുള്ള 359 വിഗ്രഹങ്ങളും മുഹമ്മദ് തകർത്ത് കളഞ്ഞു. അങ്ങനെ കഅബയെ ഒന്ന് ശുദ്ധീകരിച്ചു. ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഇത് ശുദ്ധീകരിച്ചു. ഇതിനകത്ത് ഇനി തുണിയില്ലാതെ നിങ്ങൾ വട്ടം ചുറ്റാൻ പാടില്ല, ഏറ്റവും കുറഞ്ഞത് ദേഹത്ത് ഒരു തുണിയെങ്കിലും വേണം എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞു. അങ്ങനെ ഒന്ന് അതിനെ ശുദ്ധീകരിച്ചെടുത്തു. ഈ കഅബയ്ക്കകത്തുണ്ടായിരുന്ന ഈ മ്ലേച്ഛത കളഞ്ഞ് അതിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുത്തു. ഈ ശുദ്ധീകരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് വെറും 60 വർഷത്തിനുള്ളിൽ കഅബ 2 വട്ടം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കയ്യാൽ. 2 വട്ടം. ഈ 2 വട്ടത്തെ ആക്രമണത്തിലും അള്ളാഹു ഇടപെട്ടതേ ഇല്ല. അത് നശിപ്പിക്കാൻ അള്ളാഹു അനുവദിച്ചു. അതായത് അതിനകത്ത് എല്ലാ അക്രമവും അനീതിയും എല്ലാ മ്ലേച്ഛതകളും കുടികൊത്തി വാഴുന്ന സമയത്ത് ഇതിനെ ആക്രമിക്കാൻ വന്ന അബ്രഹത്തിന്റെ സൈന്യത്തെ അള്ളാഹു തടഞ്ഞു നിർത്തി. ഇതിനെ തൊടാൻ പോലും സമ്മതിച്ചില്ല. പക്ഷെ ഇതിനെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞപ്പോഴോ
പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചില്ലെങ്കിൽ പോലും അതിനകത്തുള്ള കുറേ മ്ലേച്ഛതകളൊക്കെ മാറ്റി ഒന്ന് മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ 2 വട്ടം മുസ്ലിങ്ങൾ ആക്രമിച്ചു, 2 വട്ടവും അത് നശിക്കാൻ അനുവദിച്ചു. ഞാൻ അവർ ആക്രമിച്ച ആ വിവരണം അത് ഞാൻ ഞാൻ ഇനി പറയാം. എഴുതിയിരിക്കുന്നതാണ്, ഞാൻ വായിക്കാം. മുഹമ്മദിന്റെ പേരക്കുട്ടിയായ ഹുസൈനെ മുസ്ലിങ്ങൾ തന്നെ കൊല്ലുകയാണ്. അത് വേറൊരു ചരിത്രമാണ്. കർബലയിൽ വെച്ച് ഹുസൈനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഈ കൊന്ന വിവരം അറിഞ്ഞപ്പോൾ, ഞാൻ അവിടുന്ന് ഒരാളാണ് ഞാൻ വായിക്കുന്നത്. ഹുസൈൻ്റെ വധം അറിഞ്ഞപ്പോൾ ഹിജാസ് മൊത്തം ഇളകി. 1-ാം ഖലീഫ അബൂബക്കറിന്റെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹിബ്നു സുബൈർ ഈ അനുകൂലാവസരം മുതലെടുത്ത് സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ചു. സ്വതവേ തന്നെ യാസീദിനോട് വെറുപ്പുണ്ടായിരുന്ന, യാസീദ് എന്ന് പറയുന്ന അക്കാലത്തെ ഖലീഫയാണ്, ഈ മുആവിയയുടെ പേരക്കുട്ടിയായിട്ട് വരുന്നത്. സ്വതവേ തന്നെ യാസീദിനോട് വെറുപ്പുണ്ടായിരുന്ന മുആവിയയുടെ മകൻ അബൂ സുഫിയാന്റെ പേരക്കുട്ടി. സ്വതവേ തന്നെ യാസീദിനോട് വെറുപ്പുണ്ടായിരുന്ന മക്കയിലെയും മദീനയിലെയും ജനങ്ങൾ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന യാസീദിന്റെ ബന്ധുക്കളായ ഉമയ്യാദ് വംശക്കാരെ തടഞ്ഞുവെച്ചു. പ്രക്ഷോഭം ഈ ഒരു സന്ദർഭത്തിലെത്തിയപ്പോൾ ഹിജാസിലെ ജനങ്ങളുടെ മേലുള്ള തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് യാസീദിന് മനസ്സിലായി. പ്രക്ഷോഭം അടിച്ചമർത്താൻ ദമാസ്കസിൽ നിന്ന് ഒരു സൈന്യത്തെ യാസീദ് നിയോഗിച്ചു. ആ സൈന്യത്തിന്റെ നായകനായി പ്രായം ചെന്ന നിഷ്ഠൂരനായ മുസ്ലിം ഇബിൻ ഉഖ്ബ അൽ മുറി എന്ന മനുഷ്യനെ നിയോഗിച്ചു. പ്രായാധിക്യമുണ്ടെങ്കിലും മുസ്ലിം ആ പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ചുമതല ഏറ്റെടുത്തു. യാസീദിന്റെ കൽപ്പനയുമായി 20,000 പടയാളികൾ ദമാസ്കസിൽ നിന്ന് പുറപ്പെട്ടു. കൽപ്പന ഇതായിരുന്നു: പ്രക്ഷോഭത്തെ നിരാകരിക്കുകയും അവരുടെ അനുസരണം യാസീദിനോട് പുതുക്കുകയും ചെയ്യുക. അതിന് അവർക്ക് 3 ദിവസം സമയം അനുവദിക്കുക. അവർ അവരുടെ എതിർപ്പിൽ തന്നെ തുടരുകയാണെങ്കിൽ സൈനികർക്ക് 3 ദിവസം സ്വേച്ഛയാ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുക. അവർ കൈവയ്ക്കുന്ന പണമോ ആയുധമോ ഭക്ഷണമോ അവരുടേതായിരിക്കും. 3 ദിവസം കഴിഞ്ഞാൽ ജനങ്ങളെ വിട്ടേക്കുക. അൽ ഹുസൈന്റെ മകൻ അലിയെ ഒഴിവാക്കുക. അദ്ദേഹത്തോട് നല്ലത് പ്രവർത്തിക്കാനും ബഹുമാനം കാണിക്കാനും എല്ലാവരെയും ഉപദേശിക്കുക. കാരണം അദ്ദേഹം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അൽ തബരിയുടെ താരിഖിൽ നിന്നാണ്, ഇതിൽ നിന്നാണ്, വോളിയം 4. അതിനകത്താണ് ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഈ യാസീദ് നിയമിച്ച സൈന്യാധിപൻ മുസ്ലിം ഇബിൻ ഉഖ്ബ അൽ മുറി, അയാൾ അറിയപ്പെട്ടിരുന്നത് അൽ മുഷ്രിഫ് എന്നാണ്. അതായത് ദുഷ്ടത ചെയ്യുന്നതിൽ അങ്ങേയറ്റം പോകുന്നവൻ എന്ന് വിളിക്കപ്പെട്ട, അയാളുടെ മ്ലേച്ഛമായ പ്രവൃത്തികൾ കാരണം അയാൾക്ക് ഉണ്ടായിരുന്ന പേരാണ്, അയാൾക്ക് കിട്ടിയിരുന്ന ഒരു ടൈറ്റിലാണ് അൽ മുഷ്രിഫ് എന്ന് പറയുന്നത്. ഇയാൾ ഈ ഹറത്ത് വാക്കീം എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. ഹറത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മദീനയിലെ ജനങ്ങൾ അയാളെ എതിരിടാൻ പുറപ്പെട്ടു. അപ്പോൾ ഈ അൽമുറി ഇവരെയൊക്കെ അടിച്ചമർത്തി. 3500 മവാലി പുരുഷന്മാരെയും 1400 അൻസാരികളെയും വധിച്ചു. പക്ഷെ ചിലർ പറയുന്നത് 1700-ഉം 1300-ഉം എന്നാണ്. അതായത് 1700 മവാലി പുരുഷന്മാരും 1300 ഖുറൈശികളും അൻസാരികളും എന്നുള്ളത്. അയാളുടെ സൈന്യം മദീനയിൽ പ്രവേശിച്ചു. അവർ സമ്പത്തെല്ലാം കണ്ടുകെട്ടി. കുറച്ചുപേരെ പിടികൂടി സ്ത്രീകളെ ബലാത്കാരം ചെയ്തു. 800 സ്ത്രീകൾ ഗർഭിണികളാകുകയും പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടികൾ ഹറയുടെ സന്തതികൾ എന്ന് അറിയപ്പെട്ടു. ഈ ഹറയുടെ സന്തതി, ഇവരെ ഈ അറബികൾ എപ്പോഴും പേര് പറയുമ്പോൾ ഈ ഇബിൻ എന്ന് വെച്ചിട്ടാണ്, ഇന്ന ആളുടെ മകൻ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുക എപ്പോഴും. ഇപ്പൊ മുഹമ്മദ് ഇബിൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്. അപ്പൊ ഇങ്ങനെ ഈ അപ്പന്റെ പേര് വയ്ക്കും. പക്ഷെ ഇവരുടെ പേര് വയ്ക്കാൻ അപ്പനാരാന്ന് അറിയില്ല. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണല്ലോ. മുസ്ലിം സ്ത്രീകൾ മുസ്ലിങ്ങളാൽ തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 800ഓളം സ്ത്രീകൾ. ഈ 800 സ്ത്രീകളും ഗർഭിണികളായി പ്രസവിക്കുന്നു കഴിഞ്ഞപ്പോൾ അപ്പനാരാന്ന് അറിയില്ല. അപ്പൊ ഇവരുടെ പേര് ഇബിൻ ഹറ. കാരണം ഈ ഹറത്തിൽ വെച്ചാണ് ഈ ബലാത്സംഗം ഉണ്ടായത്. അതുകൊണ്ട് ഇബിൻ ഹറ, ഇത് തന്നെ. അങ്ങനെ അതാണ് ഹറയുടെ സന്തതികൾ എന്നറിയപ്പെട്ടു. അതിനുശേഷം അയാൾ പ്രമുഖരായ ആൾക്കാരെ വരുത്തി യാസീദ് ഇബിൻ മുആവിയയോടുള്ള അനുസരണ ശപഥം ചെയ്യിപ്പിക്കുകയും അവരെല്ലാവരും യാസീദ് ഇബിൻ മുആവിയയുടെ അടിമകളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എതിർത്തവരെ കൊലപ്പെടുത്തി. മദീനയിലെ ജനങ്ങളെ അമർച്ച ചെയ്ത ശേഷം മുസ്ലിം എന്ന പ്രായം ചെന്ന യാസീദിന്റെ പട്ടാള മേധാവി മക്കയിലേക്ക് മാർച്ച് ചെയ്തു. പോകുന്ന വഴി അൽ മുഷല്ലൽ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ വെച്ച് മരണം തന്നെ സമീപിക്കുന്നതായി അയാൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾ അൽ ഹസീൻ ഇബിൻ സമീർ അസ് സുക്നിയെ വിളിച്ചു വരുത്തി പറഞ്ഞു: കഴുതയുടെ ജീനിയുടെ മകനെ, അള്ളാഹു ആണെ, മരണം എന്നെ സമീപിക്കുന്നു എന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സൈന്യത്തിന്റെ നിയന്ത്രണം നിനക്ക് ഞാൻ നൽകില്ലായിരുന്നു. പക്ഷെ വിശ്വസ്തന്റെ പട്ടാള മേധാവി നിന്നെ അധികാരത്തിൽ രണ്ടാമനാക്കുന്നു. ആരും അവന്റെ ഉത്തരവിനെ അസാധുവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ തീരുമാനം കേൾക്കുക. ഖുറൈശികളിൽ നിന്ന് ഒരാളുടെയും ഉത്തരവ് കേൾക്കരുത്. സിറിയക്കാർ അവരുടെ ശത്രുക്കളുടെ തലയറുക്കുന്നത് നിർത്തിക്കരുത്. ഇബിൻ അസ് സുബൈർ, അതായത് അബൂബക്കറിന്റെ പേരക്കുട്ടി അല്ലാഹു ഇബ്നു സുബൈറിനെയാണ് പറഞ്ഞത്. ഇബിൻ അസ് സുബൈർ എന്ന തെമ്മാടിയുടെ അവസാനം കാണുന്നത് വരെ 3 ദിവസത്തിൽ കൂടുതൽ അത് നിർത്തിവെക്കരുത്. ഇത് അൽ തബരിയുടെ അൽ തബരിയുടെ ഹിസ്റ്ററി ഓഫ് അൽ തബരി, അതിന്റെ വോളിയം 4 പേജ് 381 ഈ കാര്യം.
ഈ അദ്ദേഹം ഇത് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ അൽ തബരി ഈ കാര്യം വിശദമായിട്ട് പ്രതിപാദിക്കും. ഈ മുസ്ലിം സൈന്യം അവിടെ അല്ല, ഈ മുസ്ലിം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇവരുടെ ഈ സൈനിക മേധാവി അൽ മുഷ്രിഫ് എന്നറിയപ്പെട്ടിരുന്ന, ദുഷ്ടത ചെയ്യുന്നതിൽ അങ്ങേയറ്റം പോകുന്നവന് പേരുള്ള ഈ മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം അൽ ഉഖ്ബ എന്ന് പറയുന്ന ഈ പട്ടാള മേധാവി, ഇയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് മരിച്ചു. അപ്പോൾ അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, അവിടെ തന്നെ കുഴി എടുത്തിട്ട് മനുഷ്യനെ അവിടെ കുഴിച്ചിട്ടിട്ട് അവർ പിന്നെ മക്കയിലേക്ക് അങ്ങ് പോയി. യാസീദിന്റെ സൈന്യം അവിടെ നിന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മറ്റു മുസ്ലിങ്ങൾ അവിടെ വന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് ഈ ഇത് കുഴിച്ചെടുത്തു. ഇയാളുടെ ഖബർ അവർ പൊളിച്ച് ശവം പുറത്തെടുത്ത് ഒരു പനമരത്തിൽ തൂക്കിയിട്ടു. കാരണം അതുപോലത്തെ ക്രൂരതയാണ് അയാൾ അവിടെ കാണിച്ചത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്തതാണ് ഇത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ സൈന്യം ചെറിയ സൈനിക വിഭാഗത്തെ തിരിച്ചയച്ച് ആരൊക്കെയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞ് അവരെയൊക്കെ കൊന്നു കളഞ്ഞ്, എന്നിട്ട് ഈ ശരീരം അവർ വീണ്ടും സംസ്കരിക്കുകയും അതിന് ഈ സൈനികരെ അവിടെ കാവലേർപ്പെടുത്തുകയും ചെയ്തു. ഇത് അൽ യഖൂബിയുടെ ചരിത്രം വോളിയം 2 പേജ് 251 ഈ കാര്യങ്ങളും കുറേ കൂടി വിശദീകരിച്ചൊക്കെ ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ നിന്ന് എടുത്താൽ നെറ്റിൽ കിട്ടുന്ന സാധനമാണിത്. അത് കഴിഞ്ഞ് ഇവർ ചെല്ലുന്നത് ഈ തെറ്റാലിയുണ്ട്, ഭീമൻ തെറ്റാലി. അതായത് നിങ്ങൾ ഈ സിനിമയിലൊക്കെ പുരാതന കാലത്തെ ഇതിനെ കുറിക്കുന്ന സിനിമകളുണ്ടല്ലോ, ആൻഷ്യൻ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സിനിമകൾ കാണുമ്പോൾ കാണാം ഒരു വലിയ തെറ്റാലി കോട്ടയൊക്കെ തകർക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു വലിയ കല്ല് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയുന്നത്. അങ്ങനത്തെ ആ തെറ്റാലികളും അത് കൊണ്ടുവന്നിട്ട് ഒരു മക്കയിൽ ഇസ്ലാമിൻ്റെ വിശുദ്ധ സ്ഥലമായ കാബയുടെ പരിസരങ്ങളിലെല്ലാം സ്ഥാപിച്ചു. തീഗോളങ്ങൾ ചുഴറ്റിയെറിയപ്പെട്ടു. കാബ തീയിലമർന്നു. അതിൻ്റെ മതിലുകൾ തകർന്നു വീണ് കത്തി അമർന്നു. മുകൾ തട്ട് നിലം പതിച്ചു. അൽ മസൂദിയുടെ ബൃഹത്തായ മുറാജ് അൽ തഹബ് എന്ന പുസ്തകത്തിൻ്റെ വാല്യം 3 പേജ് 71-72 പ്രകാരം AD 680 ഡിസംബർ 28 ഒരു ശനിയാഴ്ച യാസീദ് മരിക്കുന്നതിന് 11 ദിവസം മുമ്പ് സിറിയൻ ആർമിയുടെ മേൽ ഇടിവെട്ടേറ്റു. 11 പേർക്ക് തീപ്പൊള്ളലേൽക്കുകയും ചെയ്തു. കാബയ്ക്ക് സംഭവിച്ചത് വകവയ്ക്കാതെ ഈ മുസ്ലിം എന്ന് പറയുന്നത് ഇവരുടെ സൈന്യാധിപനായിരുന്ന മുസ്ലിം പറഞ്ഞ 3 ദിവസം എന്ന അന്ത്യശാസനത്തിൽ കൂടുതൽ യുദ്ധം നീണ്ടുനിന്നു. യുദ്ധം മുഹറം മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ തുടങ്ങി സഫാർ മാസം മുഴുവനായി നീണ്ടുനിന്നു. ഇതിനിടയിലാണ് ഇവരുടെ ഖലീഫ ആയിരിക്കുന്ന യാസീദ് മരിക്കുന്നത്. യാസീദ് മരിച്ച വിവരം മെക്കയിലെത്തി. ഇബ്ൻ അസ്-സുബൈർ സിറിയക്കാരെ അഭിസംബോധന ചെയ്തു. നിങ്ങളുടെ സ്വേച്ഛാധിപതി ഇപ്പോൾ മരിച്ചു. നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ ജനങ്ങളോട് ചേരാം, അല്ലാത്തവർക്ക് സിറിയയിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ സിറിയക്കാർ അയാളെ ആക്രമിച്ചു. സിറിയൻ സൈനികരുടെ ക്രൂരത കണ്ട മക്കക്കാർ എല്ലാവരും ചേർന്ന് ഇബ്ൻ അസ്-സുബൈറിനെ പരിരക്ഷിക്കുകയും സൈന്യത്തെ പിൻവാങ്ങാനും താവളത്തിലേക്ക് പരിമിതപ്പെടുത്താനും ബലം പ്രയോഗിച്ചു. സാവധാനം സിറിയൻ സൈന്യം താവളം ഉപേക്ഷിക്കുകയും മക്കയിലുള്ള ഉമയ്യാദുമായി കൂടുകയും അവർ സിറിയൻ സൈനികരെ ചെറിയ കൂട്ടങ്ങളായി സിറിയയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അൽ തബരിയുടെ ഹിസ്റ്ററി ഓഫ് അൽ തബരിയിൽ ഈ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. വോളിയം 7 പേജ് 16-17 ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ അബ്ദുള്ള ഇബ്നു സുബൈർ സ്വയം ഒരു ഖലീഫയായി പ്രഖ്യാപിച്ച് ഒരു പുതിയ ഗവർണറെ മക്കയിലേക്ക് നിയോഗിച്ചു. ഇയാൾ ഖലീഫയായി, അബ്ദുള്ള ഇബ്നു സുബൈർ ഖലീഫയായി കഴിഞ്ഞപ്പോൾ അയാൾ മദീന കേന്ദ്രമാക്കിക്കൊണ്ടാണ്, ഡമാസ്കസ് കേന്ദ്രമാക്കിക്കൊണ്ട് യാസീദ് മരിച്ചുപോയി. പിന്നെ യാസീദിന്റെ പിൻഗാമി അവിടെ വരുന്നുണ്ട്. ഇവിടെ അബ്ദുള്ള ഇബ്നു സുബൈർ. അപ്പൊ 2 ഖലീഫമാർ, ഒരേ സമയത്ത് 2 ഖലീഫമാർ ഇസ്ലാമിനകത്ത്. അപ്പൊ ഇങ്ങനെ ഇയാൾ ഖലീഫയായി കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു പുതിയ ഗവർണറെ മക്കയിലേക്ക് നിയോഗിച്ചു. അങ്ങനെ ഈ ഹിജാസിലുള്ള ജനങ്ങൾ, അത് മറ്റേത് സിറിയയിലാണ്, ഡമാസ്കസിലാണുള്ളത്. ഇവിടെ ഈ ഹിജാസ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിനകത്തുള്ള ജനങ്ങൾ AD 692 വരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചു, സ്വയം ഭരണത്തോടുകൂടി ജീവിച്ചു. ഇയാളാണ് അബ്ദുള്ള ഇബ്നു സുബൈർ ആണ് അവരുടെ ഖലീഫ, അവരുടെ ഭരണകർത്താവ് അയാളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അൽ തഖാഫി എന്ന് പറയുന്ന ഈ അൽ ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ അൽ മുഷ്രിഫ് എന്ന് പറഞ്ഞ ആ മുസ്ലിം, അയാളെക്കോളം ക്രൂരനാണ്, മഹാദുഷ്ടനാണ് ഈ അൽ ഹജ്ജാജ് എന്ന് പറയുന്ന ആൾ. ഹജ്ജാജ് ഇബ്നു യൂസഫ് ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസഫ്. പുള്ളിയുടെ ഒരു പ്രസംഗമുണ്ട്, വായിച്ചിട്ട് എനിക്ക് ചിരി വന്നു. പുള്ളി പറയുന്നത് അവിടെ വിമതന്മാരൊക്കെ ഉള്ള, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വിമതരുള്ള ഒരു സ്ഥലമാണ്. ഈ പുള്ളി ഇതിനകത്തേക്ക് വേഷപ്രച്ഛന്നായിട്ട് ചെല്ലും. പുള്ളി നല്ല ആചാനുബാഹമായിരുന്നാണ്, ഒരു മദ്രസ അധ്യാപകനായിരുന്നു, പിന്നീടാണ് സൈന്യത്തിലൊക്കെ ചേരുന്നത്. അപ്പോൾ ഭയങ്കര ആചാനുബാഹുവാണ്. പുള്ളിയുടെ കൂടെ വേറെ ഒരു അംഗരക്ഷകനായിട്ട് ഒരാളുണ്ട്. ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ശത്രുക്കളുടെ അല്ലെങ്കിൽ വിമതരായിരിക്കുന്ന ആൾക്കാരുടെ ഗ്രാമത്തിലേക്ക് ഗ്രാമം ഒരു പട്ടണമാണ്, അതിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്ന് അവർ യോഗം കൂടുന്ന സ്ഥലത്തേക്കാണ് പുള്ളി കയറി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ടുണ്ട് വേഷപ്പകർച്ചയൊക്കെ മാറ്റിയിട്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തും. എല്ലാവരും പേടിച്ചു.
അപ്പോൾ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പ്രസംഗമുണ്ട്. ഹജ്ജാജ് പറയുന്നത്, ഇവിടെ ഞാൻ കുറേ തലകൾ കാണുന്നുണ്ട്, അതിൽ പലതും നിലത്ത് കിടന്ന് ഉരുളാൻ സമയമായി എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അത് കേട്ടതോടുകൂടി എല്ലാ മുസ്ലിമിന്റെയും കാറ്റ് പോകും. പേടിച്ച് കുറച്ച് കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അയാൾക്ക് ബയ്യത്തൊക്കെ ചെയ്യും. ബയ്യത്ത് ചെയ്യല്ല, അയാൾക്ക് അടിമപ്പെടാനൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അയാള് അന്നത്തെ ഖലീഫ ഉമയ്യാദ് ഖലീഫയായിരുന്ന അബ്ദുൽ മാലിക് ഇബിൻ മർവാന്റെ ഭരണത്തിൽ ഈ ഹിജാസിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വരികയാണ് AD 692. അത് ഹജ്ജാജിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ആക്രമിക്കുകയാണ്. ഈ കഅബ ആക്രമിക്കുന്നു. എന്നിട്ട് അബ്ദുള്ള ഇബ്നു സുബൈറിന്റെ തല ഹജ്ജാജ് ഇബ്നു യൂസുഫ് വെട്ടിയെടുത്ത് ഡമാസ്കസിലേക്ക് പുതിയ ഖലീഫയായിരിക്കുന്ന അബ്ദുൽ മാലിക്കിന്റെ അടുക്കലേക്ക് അയച്ചു കൊടുത്തു. ഇബ്നു സുബൈർ, അബ്ദുള്ള ഇബ്നു സുബൈറിന്റെ ഈ തലയില്ലാത്ത ശരീരം ഉണ്ടല്ലോ, കബന്ധം, അത് കുരിശി തറക്കുകയും ചെയ്തു. ദിവസങ്ങളോളം ആ കബന്ധം മക്കയിലെ തെരുവീതിയിൽ തൂങ്ങിക്കിടന്നു. അവസാനം ഡമാസ്കസിൽ നിന്ന് ഖലീഫയുടെ ഉത്തരവ് വന്നപ്പോഴാണ് അത് താഴെ ഇറക്കി സംസ്കരിച്ചത്. മക്കയുടെ ഗവർണർ അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി. എന്നിട്ട് ഉമയ്യാദിനോട് കൂറ് പുലർത്തുന്ന ഒരു പുതിയ ഗവർണറെയൊക്കെ അവിടെ അവരോധിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് രസമാണ്. ഈ തുലാബാൻ എന്നാണ് പുതിയ ഗവർണറുടെ പേര്. ഇയാൾ ഒരു സിറിയക്കാരനാണ്. ഇയാൾ ഇസ്ലാമിക സിദ്ധാന്തങ്ങളോട് ഹിജാസിലെ ജനങ്ങളോട് അങ്ങേയറ്റം അനാദരവും അവഹേളനവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര കലിപ്പ്. പക്ഷെ അപ്പോഴും പറയും ഞാനൊരു ഉത്തമ മുസ്ലിമാണെന്ന് അയാൾ സ്വയം അവകാശപ്പെടുകയും ചെയ്യും. അവിടെയുള്ള ഇസ്ലാമിന്റെ സൈദ്ധാന്തികമായിട്ട് ഇസ്ലാമിനോട് താല്പര്യമില്ല. അവിടെയുള്ള ഹിജാസിലെ മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. പക്ഷെ അപ്പോഴും പറയും ഞാൻ ഒരു മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇനിയും കുറേ കാര്യമുണ്ട്. ഞാൻ CN അഹമ്മദ് മൗലവിയുടെ മുഖവുരയിൽ, സ്വഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയുണ്ട്. അതിൻ്റെ ഇതിൽ ഈ CN അഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. തെറ്റുവില്ലുകൊണ്ടുള്ള ഏറ് നിമിത്തം കഅബയ്ക്ക് സാരമായ കേട് തട്ടിയിരുന്നു. തന്നിമിത്തം അത് പൊളിച്ചു പണിയേണ്ടി വന്നു. അങ്ങനെ പണിതപ്പോൾ തിരുമേനി ആഗ്രഹിച്ചിരുന്ന ഭേദഗതിയോടുകൂടിയാണ് പുതുക്കി പണിതത്. എന്നാൽ ആ ക്രൂരൻ ഹജ്ജാജ് എന്ത് ചെയ്തു എന്നറിയാമോ? 2 വാതിലും പൊളിച്ചു. ആദ്യത്തെ വാതിൽ അജ്ഞാനകാലത്തെ ബഹുദൈവ വിശ്വാസികൾ സ്ഥാപിച്ചിരുന്ന അതേ രൂപത്തിൽ ഭൂമിയിൽ നിന്ന് 5-6 അടി ഉയർത്തി വെച്ചു. ഇന്നും അതങ്ങനെ തന്നെയാണുള്ളത്. ഇത് കാണുമ്പോൾ ഉദ്ബത്തിനെയും ശൈബത്തിനെയും ഹജ്ജാജിനെയും ഓർമ്മ വരുന്നു. ബഹുദൈവ വിശ്വാസികളുടെ കാലത്ത് മറുവശത്ത് വാതിലുണ്ടായിരുന്നില്ലല്ലോ. തന്നിമിത്തം ഹജ്ജാജ് ആ വാതിൽ നീക്കി കെട്ടിയടപ്പിച്ചു. എന്നിട്ട് തിരുമേനിയുടെ ആഗ്രഹം ധിക്കരിക്കുകയും ബഹുദൈവ വിശ്വാസികളുടെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്തു. ഇത് സ്വഹീഹ് ബുഖാരിയുടെ മുഖവുര, പേജ് 80-81. ഇനി വേറെ ഡോക്ടർ T ജമാൽ മുഹമ്മദ് അറബികളുടെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ 157-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന കൂടി വായിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. കർബലയിലെ സംഭവം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ പേരക്കുട്ടിയായ ഹുസൈനെ കൊന്നുകളഞ്ഞ കാര്യമാണ്. കർബലയിലെ സംഭവം മുസ്ലിം ലോകത്തെ ആകമാനം ഞെട്ടിച്ചു കളഞ്ഞു. മക്കയിലെയും മദീനയിലെയും ജനങ്ങൾ പ്രവാചകന്റെ പൗത്രനോട് യാസീദ് കാട്ടിയ ഈ ക്രൂരകൃത്യത്തിൽ രോഷാകുലരായി തീർന്നു. യാസീദിനെതിരായി മക്കയിലെ ജനങ്ങളുടെ കോപാഗ്നിയെ കൂടുതൽ ഉദ്ദീപിപ്പിച്ച് സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുവാൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് ഈ സംഭവ വികാസങ്ങൾ അവസരം നൽകി. മദീനയിലെ ജനങ്ങൾ യാസീദിന്റെ ക്രൂരകൃത്യത്തിൽ രോഷാകുലരായി. അലിയുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണുവാനായി ഒരു ദൗത്യ സംഘത്തെ അവർ ഖലീഫയുടെ അടുക്കലേക്ക് അയച്ചു. യസീദ് ആകട്ടെ അവരെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രവൃത്തിയിൽ കുപിതരായ മദീന നിവാസികൾ യസീദിനെ ഖലീഫയായി ഇനിയും അംഗീകരിക്കുവാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ചു. മദീനയിലെ ഗവർണറെ അവർ ആട്ടിയോടിച്ചു. അവരെ അടിച്ചമർത്തുവാൻ മുസ്ലിം ഇബ്നു ഉഖ്ബയുടെ നേതൃത്വത്തിൽ ഒരു സിറിയൻ സൈന്യം നിയോഗിക്കപ്പെട്ടു. തുടർന്നുണ്ടായ ഘോരമായ സംഘട്ടനത്തിൽ അനേകം ആളുകൾ കൊല്ലപ്പെടുകയും മദീന നഗരം നാശമടയുകയും ചെയ്തു. ഒറ്റക്കണ്ണനായ ഉഖ്ബ മദീനയിലേക്ക് സൈന്യത്തെ നയിച്ചു. അവർ മക്ക നഗരത്തെയും നശിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ മുഴുകി. യുഗങ്ങളോളം അറബികൾ പരിപാവനമായി കരുതിപ്പോന്ന കഅബ കത്തിയെരിഞ്ഞു. അവിടെ സൂക്ഷിച്ചിരുന്ന കറുത്ത ശില പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. യസീദിന്റെ അപ്രതീക്ഷിതമായ മരണവാർത്തയാണ് സിറിയൻ സൈന്യത്തെ അതിന്റെ നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഡോക്ടർ T ജമാൽ മുഹമ്മദ് അറബികളുടെ ചരിത്രം, പേജ് 157. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കഅബയിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നപ്പോൾ, അതിൽ എല്ലാവിധമായ മ്ലേച്ഛകൃത്യങ്ങളും നടമാടിയിരുന്നപ്പോൾ ഈ ആലയത്തെ തൊടാൻ പോലും അള്ളാഹു അബ്രഹത്തിനെ സമ്മതിച്ചില്ല, ആരെയും അനുവദിച്ചില്ല. ആ മ്ലേച്ഛതകളൊക്കെ അതിനകത്ത് അങ്ങനെ തന്നെ നിർബാധം നടക്കുകയായിരുന്നു. എന്നാൽ അതിലെ വിഗ്രഹങ്ങളെല്ലാം എടുത്തു കളഞ്ഞ്, എല്ലാമല്ല ഒരെണ്ണം നിർത്തി ബാക്കിയുള്ളതൊക്കെ എടുത്തു കളഞ്ഞ് ഇതിലെ ഒരുമാതിരി മ്ലേച്ഛകൃത്യങ്ങളൊക്കെ നിർത്തി അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു ഈ മന്ദിരത്തെ കൈവിട്ടു. മുസ്ലിങ്ങൾ തന്നെ ആ മന്ദിരത്തെ 2 വട്ടം തകർത്ത് കളഞ്ഞു. അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു മെനക്കെട്ടതേയില്ല. ഇതാണ് സത്യദൈവമായ യഹോവയുടെയും ഖുർആനിൽ വെളിപ്പെടുന്ന അള്ളാഹുവിൻ്റെയും രീതിയായ വ്യത്യാസം എന്ന് പറയുന്നത്. തൻ്റെ കൽപ്പന പ്രകാരം പണിത ആലയമാണെങ്കിൽ ശരി, അത് അശുദ്ധമായി എന്ന് കണ്ടാൽ അതിനെ പിന്നെ സംരക്ഷിക്കാൻ നോക്കുന്നവനല്ല, അത് കൈവിട്ട് കളയുന്നവനാണ് യഹോവ. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല, നേരെ എതിർ സ്വഭാവമാണ്.
വിഗ്രഹങ്ങൾ നിറഞ്ഞ് എല്ലാ മ്ലേച്ഛതകളും കൊടികുത്തി വാഴുമ്പോൾ മാത്രമേ അള്ളാഹു തന്റെ മന്ദിരത്തെ സംരക്ഷിക്കുകയുള്ളൂ. വിഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ച് കണ്ട അപ്പോൾ അള്ളാഹു അത് കൈവിട്ട് കളയും. ആര് വേണമെങ്കിലും വന്ന് തകർത്തോട്ടെ, ഒരു കുഴപ്പമില്ല, അള്ളാഹുവിന് ഒരു പ്രശ്നവും ഇല്ല. ഇതാണ് അള്ളാഹു. അപ്പൊ ഇങ്ങനെയുള്ള ഈ യഹോവയും അള്ളാഹുവും എങ്ങനെ ഒരാളാകും? ഉത്തരം പറയേണ്ടത് ലോറൻസ് യോഹന്നാനാണ്. ലോറൻസ് യോഹന്നാൻ പറഞ്ഞല്ലോ, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന അതേ ദൈവത്തെ തന്നെയാണ് ഈ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഖുറൈശികൾ അൽ യാഹ് എന്ന് പറഞ്ഞ് ആരാധിച്ചിരുന്നതെന്ന്. അതെങ്ങനെ ശരിയാകും? പറയണം. വളരെ വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഇനി നിയമങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ, യഹോവ കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം, വളരെ വ്യത്യാസമാണ്. വളരെ ദൈവം അത് മ്ലേച്ഛതയാണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ അള്ളാഹു അനുവദിച്ചിരിക്കുന്നത്. അത് ചെയ്യണം, അങ്ങനെ ചെയ്തേ പറ്റൂ. അത് വിവാഹമോചനം ചെയ്യുന്ന കാര്യം, വിവാഹമോചനം ചെയ്ത് പിന്നെ വീണ്ടും അയാളെ തന്നെ പുനർവിവാഹം ചെയ്യുന്ന കാര്യം, അതാണ്. അത് വേറെ സന്ദർഭത്തിൽ ഞാൻ പറയാം. ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ ദൈവം എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുവദിച്ചിരിക്കുന്ന ആളാണ് ഖുർആനിലെ അള്ളാഹു. അങ്ങനെ ഇരിക്കെ ഈ ലോറൻസ് യോഹന്നാനൊക്കെ ഈ പറയുന്നത് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ, ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിച്ച് ആളുകൾ മുസ്ലിങ്ങളായി പോകാൻ, ഇസ്ലാമിലേക്ക് പോകാൻ വേണ്ടി ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സഹായമാണ്. ഇതിന് എന്ത് കിട്ടി ലോറൻസേ? എന്ത് കിട്ടി? എന്തായിട്ടാണ് കിട്ടിയത്? പണമായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? അതോ ഇനി ബ്ലാക്ക് മെയിലിംഗ് ആണോ? ഹണി ട്രാപ്പിലെങ്ങാനും കുടുക്കി ബ്ലാക്ക് മെയിൽ ചെയ്തോ? എന്താണിത്? കാര്യം എന്താണെന്ന് പറയാം. അതോ ഇനി കൃത്യമായിട്ട് മുസ്ലിം ആയി തന്നെയാണോ? മുസ്ലിം ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇത്ര കടുത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കുകയില്ല. സത്യദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ, യുവന്മാർ പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയും അവരെക്കാൾ കടുത്ത വിധത്തിൽ ദൈവദൂഷണം പറയുകയും ചെയ്ത ആളാണ് ലോറൻസ് യോഹന്നാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ലോറൻസ് യോഹന്നാനെ കരുതിയിരിക്കുക. എല്ലാ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് ലോറൻസ് യോഹന്നാന്റെ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ്ത്, അദ്ദേഹം പെന്തക്കോസ്തിലെ ഏത് വിഭാഗമാണെന്ന് എനിക്കറിയില്ല, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാലും ശരി, കരുതിയിരിക്കുക. നിങ്ങളെയൊക്കെ ഇസ്ലാമിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനാണ് ലോറൻസ് യോഹന്നാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് റൂമൊക്കെ തുറന്നു കൊടുത്ത് സകല ജിഹാദികളെയും വിളിച്ചു വരുത്തി ബൈബിളിനെതിരെ സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിലെ ദൈവവും ഇസ്ലാമിലെ അള്ളാഹുവും ഒരാളല്ല, രണ്ടാണ്. ബൈബിളിലെ ദൈവത്തിൻ്റെ നേരെ എതിർ സ്വഭാവമാണ് അള്ളാഹുവിനുള്ളത്. കാരണം അത് പിശാചായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രൈസ്തവരായിരിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ അത്യധികം ജാഗ്രത പുലർത്തുക. ഇങ്ങനെയുള്ളവരുടെ കെണികളിൽ നിങ്ങൾ ഇനി വീഴാനിടയാകരുത്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.